ഒരു ഏജിൻ്റെ മുകളിലുള്ള ആളുകളുടെ താല്പര്യങ്ങളാണ് പലപ്പോഴും മെയിൻ സ്ട്രീമിലെ ഡിസ്കഷനിൽ വരിക. നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലം പ്രൈം ടൈം ഡിസ്കഷനുകളാണ്. ഇപ്പോൾ തൊപ്പി സായിപ്പ് എന്നൊക്കെ പറയുന്ന കുറേ, അതുപോലെ വേറെ കുറേ ആൾക്കാർ എനിക്ക് മനസ്സിലിപ്പോൾ ഇത് പേരെ വന്നോളൂ. അപ്പോൾ ഇവരുടെയൊക്കെ വ്യൂവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 90% മുകളിൽ ഈ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ പോകുമ്പോഴുള്ള ക്രൗഡിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഡ്രഗ് അഡിക്ഷനെ പറ്റിയിട്ട് നമ്മളൊരു ഫുൾ എപ്പിസോഡ് ചെയ്തിരുന്നു. സബ്സ്റ്റൻസ് അഡിക്ഷനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും അതേ ലെവലിനെ ഡേഞ്ചർ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഫോൺ അഡിക്ഷനും സ്ക്രീൻ അഡിക്ഷനും എന്ന് പറയുന്നത്. അതായത് യങ് ഏജിൽ തന്നെ വലിയ രീതിക്ക് ഇത് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലെ കുട്ടികളെ തെരഞ്ഞു വരുന്നത് ജാർഖണ്ഡിലെയും മധ്യപ്രദേശിലെയൊക്കെ പോലീസാണ്. അവിടെ നിന്നുള്ള ഫണ്ടാണ് ഈ വൈറ്റ് ആക്കപ്പെടുന്നത്. 60% ഇവർ ഇപ്പോൾ കമ്പനീസ് ഹയർ ചെയ്യുന്ന ഈ ന്യൂ ജനറേഷനിൽ പെട്ടിട്ടുള്ള ഈ ന്യൂ ഗ്രാജുവേറ്റ്സിനെ അവരെന്ത് ചെയ്യാണ്, ലേ ഓഫ് ചെയ്യുകയാണ്. കഞ്ചാവ് അടിക്കുന്നവരെല്ലാവരും ക്രൂരന്മാരൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുള്ള റീല് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പൊ ഇതിന് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു എർച്ചി പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മളൊരു എന്നത്തെയും പോലെ തന്നെ ഇന്നും നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഗസ്റ്റ് പൊളിറ്റിക്കലി അസീൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസ് ചർച്ചകളിലാണെങ്കിലും എല്ലാവരും കണ്ടുവരുന്നൊരു ഫേസാണ്. ഞാനും തന്നെ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് അസീലിൻ്റെ ഫേസ് കണ്ടുവന്നത്. അസീൽ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അസീലിനെ കോൺടാക്ട് ചെയ്യണതും. അസീൽ വാസ് മോർ ദാൻ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദ എർച്ചി പോഡ്കാസ്റ്റ്. അപ്പോൾ അങ്ങനെ വെൽക്കം അസീൽ. എന്താണ് അസീൽ ആരാണ്, എങ്ങനെയാണ് അസീൽ, ഇപ്പോൾ അസീലിനെ അറിയുന്നവർക്ക് എങ്ങനെയാണ് അസീൽ ഈ ഒരു പൊളിറ്റിക്കലി അസീലായി മാറിയത്? അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഈ അടുത്ത കാലം വരെയുള്ള എൻ്റെ സംസാരങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഒരു പരിധി വരെ അത് പൊളിറ്റിക്സ് തന്നെയായിരുന്നു ബേസിക്കലി. അതെന്ന് വെച്ചാൽ പലപ്പോഴും അത് കക്ഷി രാഷ്ട്രീയമൊക്കെ ആയിരുന്നു. പിന്നീട് ഒരു മൊമെൻറ്റിൽ പലപ്പോഴും ഒരു സെർട്ടൈൻ സാധനത്തിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റുന്നതും പറ്റാത്തതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ മെല്ലെ ഒരു ഷിഫ്റ്റ് ചെയ്താണ്. എക്സാക്ട്ലി ആ ഒരു ഷിഫ്റ്റ് നടന്ന മൊമെൻറ്റിലാണ് പിന്നീട് ഒരു വൈഡർ ഓഡിയൻസിലേക്ക് സംഭവം എത്തുന്നതും ആളുകളുടെ ചർച്ചയിൽ ഇടപെടുന്നതും. അപ്പം എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ ഒരു 2021 ഞാൻ ആദ്യമായിട്ടൊരു സാധനം എടുക്കുന്നത്. ഒരു ടീനേജേഴ്സ് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൻ്റെ സ്കൂളുകളിൽ, കേരളത്തിലായിരുന്നു എൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ സ്കൂളുകളിൽ ഒരു കൗൺസിലേഴ്സ്, ഒരു ഹൈറാർക്കി പോലെ അതിനൊരു സിസ്റ്റം ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ട് പിന്നെ അതിന് വെറുതെ, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെൻട്രൽ മിനിസ്ട്രിയുടെ ഏത് ഇതിലേക്ക് നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ റിപ്ലൈ ആക്കും. അവർ ജസ്റ്റ് സംഭവം നോക്കിയിട്ട് റിപ്ലൈ ആക്കും. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ 21 എന്ന് പറയുമ്പോൾ എൻ്റെ +2 സമയം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു PDF എനിക്ക് റിപ്ലൈ ഒക്കെ കിട്ടുന്നു. ഓക്കെ, എൻ്റെ പ്രപ്പോസൽ ഇതിലൊക്കെ വായിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് സംഭവം അതൊരു എന്തോ ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷനായി. പിന്നെ ആ ഡൊമൈനിൽ അന്ന് മുതലേ ഉണ്ട്. പിന്നീട് നിരന്തരമായി വേറെ കുറേ ആർട്ടികൾ കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു ഡൊമൈനായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു, ഇടയ്ക്കൊരു മെയിൻ പൊളിറ്റിക്കൽ കുറേ സംഭവങ്ങളിലൊക്കെ എൻഗേജ് ചെയ്തു. പിന്നെ ഇപ്പോൾ വീണ്ടും മാറി രണ്ടാമത് ഒരു മേഖലയിലെത്തി. ബേസിക്കലി ആൾക്കാരിലേക്ക് ഇപ്പം ആസ് ഓഫ് നൗ ഞാൻ സംസാരിക്കാനും ആൾക്കാരിലേക്ക് എത്തിക്കാനും ആഗ്രഹിക്കുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ എന്നുള്ളതല്ല, നമ്മുടെ സൊസൈറ്റീൻ്റെ ഒരു കണ്ടെത്താതെ പോകുന്ന കുറച്ച് ഏരിയകൾ ആൾക്കാരിലേക്ക് എത്തിക്കുക, ചർച്ച ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അസീൽ ഇപ്പോൾ അക്കാഡമിക് വൈസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വൈസ് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ അക്കാഡമിക്കായിട്ട് ഞാനിപ്പോൾ 3rd ഇയർ സൈക്കോളജി സ്റ്റുഡൻ്റാണ്. ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞു, ഇന്നലത്തോടുകൂടി എക്സാംസ് എല്ലാം കഴിഞ്ഞു. ഇനി പ്രോജക്റ്റ് പ്രാക്ടിക്കൽ കുറച്ച് പരിപാടികളേ ഉള്ളൂ. അതാണ് അക്കാഡമിക്സിൻ്റെ സൈഡുള്ളത്. പിന്നെ പ്രൊഫഷണലി ഞാൻ കാര്യമായിട്ടൊന്നും സത്യം പറഞ്ഞാൽ ചെയ്യില്ല. നേരത്തെ സോഷ്യൽ മീഡിയ കൺസൾട്ടൻസി പരിപാടികളുണ്ടായിരുന്നു, കോണ്ടന്റ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം കംപ്ലീറ്റ്ലി ഓൺ ടു ഇൻസ്റ്റാഗ്രാം. അസീൽ എങ്ങനെ ഇപ്പോൾ ഈ പൊളിറ്റിക്സിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞത് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണുമ്പോൾ അത് ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സംസാരിച്ച് തുടങ്ങിയ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. നമ്മൾ അത് ചെയ്യണത് ശരിയല്ല, പിന്നെ അത് ആ പാർട്ടിക്കാർ ചെയ്യുന്നത് ശരിയല്ല, ഈ പാർട്ടിക്കാർ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളൊരു കംഫർട്ട് സോൺ ഇതിന് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഞാൻ പറയുന്നത് ബാക്കിയുള്ളവർ അംഗീകരിക്കുന്നുണ്ട്, ഇനി എനിക്ക് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് പറയാൻ തോന്നും. അങ്ങനെയാണോ തുടങ്ങിയത്, അതോ അസീലിനെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് ഫിഗേഴ്സോ അങ്ങനെ ആരെങ്കിലും? എനിക്ക് ആ ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. സത്യം പറഞ്ഞാൽ അത് 2019 ഡിസംബർ 11 ഒരു ക്രോണോളജി CA NRC ആയിട്ട് ബന്ധപ്പെട്ട ക്രോണോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണത്. അപ്പം അന്നെന്നുള്ളതല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റുകളിൽ ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ പൊളിറ്റിക്സിലേക്ക് ഡയറക്റ്റായിട്ട് എൻഗേജ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വരുന്നതും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്നതും. അതിൽ ഒരു ലീഡറായിട്ട് സത്യം പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. എങ്കിലും അബുൽ കലാം ആസാദ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പം ആ പുസ്തകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ +1 +2 എക്സാമുകളുടെ എക്സാമുകൾ വരുന്നത്. അത് കോവിഡ് സമയം കൂടിയായിരുന്നു.
ഇപ്പോൾ കോവിഡ് സമയത്ത് ഈ എക്സാമുകൾ വന്ന സമയത്ത് മെൻ്റലി കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് തന്നെ കുറച്ച് ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നാണ് എൻ്റെ ഫസ്റ്റ് മീഡിയ ഡിസ്കഷൻ വരുന്നത്. അത് ഹാഷ്മി സാറുടെ ഒരു ഡിസ്കഷൻ ആയിരുന്നു. ആദ്യം മാതൃഭൂമിയുടെ RJ അന്തുവിൻ്റെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് ഹാഷ്മി സാറുടെ ഡിസ്കഷൻ. അന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് തുടങ്ങുന്നത്. പിന്നെ കോളേജിലും സ്കൂളിലൊക്കെ എത്തിയപ്പോൾ രാഷ്ട്രീയത്തിൽ എങ്ങനെ പിന്നെ ഏതെങ്കിലും പാർട്ടിയിൽ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ഫറൂഖ് കോളേജിൽ ഞാൻ KSUക്കാരനായിരുന്നു. KSUവിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴും അതുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഫറൂഖ് കോളേജിലും ഒക്കെ ആ ഒരു ചുറ്റുപാടുകളുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റഡ് ആണ്. പിന്നീട് സ്വാഭാവികമായിട്ട് നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഓർഗനൈസേഷണലി അതിൻ്റെ ഒരു വലിയ പാർട്ടി മാതൃസംഘടന എന്നുള്ള സാധനമൊക്കെ വരുമല്ലോ. അപ്പം പലതും നമുക്ക് സ്വാഭാവികമായിട്ടും ഓരോരുത്തർ വിയോജിപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ മാറും. അല്ല, അപ്പോൾ അസീൽ പറഞ്ഞല്ലോ സൊസൈറ്റിയിൽ കുറേ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. മെയിനായിട്ട് അസീൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ഓഡിയൻസിൻ്റെ അടുത്ത്? സംബന്ധിച്ചാൽ നമ്മുടെ മെയിൻ സ്ട്രീം എൻ്റെ ഇതിനകത്തുള്ളൊരു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഏജിൻ്റെ മുകളിലുള്ള, ഞാനതൊരു ബ്ലെയിം ഇടല്ല, ഒരു റിയാലിറ്റി പറയണം. ഒരു ഏജിൻ്റെ മുകളിലുള്ള ആളുകളുടെ താല്പര്യങ്ങളാണ് പലപ്പോഴും മെയിൻ സ്ട്രീമിലെ ഡിസ്കഷനിൽ വരിക. നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലം പ്രൈം ടൈം ഡിസ്കഷനുകളാണ്. അപ്പം പ്രൈം ടൈം ഡിസ്കഷനുകളിൽ എപ്പോഴും വരുന്ന തലക്കെട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അത് മീഡിയകളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മെയിൻ സ്ട്രീം മീഡിയൻ്റെ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്നത് കുറേ കൂടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ ജനറേഷൻ ഒന്നും ചിലപ്പോൾ അതിൽ വളരെ കുറവായിരിക്കും. പക്ഷേ അപ്പോൾ അതാണ് പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്നത്, പോളിസികൾ രൂപീകരിക്കപ്പെടുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ആ ചർച്ചകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവിടെ വരുന്ന ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ വരുന്ന ടോപ്പിക്കുകൾ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആംഗിൾ മാത്രമാണ്. അപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തുള്ള ചർച്ചകൾ എനിക്ക് അതിൽ ഭയങ്കര റിഗ്രറ്റ് തോന്നി. ഞാൻ ഉൾപ്പെടെ പങ്കെടുത്ത പല ചർച്ചകളും അവസാനത്തിലേക്ക് എത്തിയപ്പം ഈ വയലൻസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മലയാള സിനിമയ്ക്ക് ഒരു പൂട്ടിടണം, വടിയൊക്കെ തിരിച്ചെടുക്കണം എന്നുള്ള 2 കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ ഉൾപ്പെടെ ആൾക്കാരുടെ സമയം കളഞ്ഞതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ കണ്ടിട്ടും ആൾക്കാർക്ക് ഒന്നും അതിന് ടേക്ക് അവേ ആയിട്ട് കൊടുക്കാനില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാ ഇൻസിഡൻറ്റുകളിലും ഉണ്ട്. എല്ലാ ഇൻസിഡൻറ്റുകളിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ താല്പര്യങ്ങളിലേക്ക് മാത്രം കൺക്ലൂഷൻ എത്തുന്നു. ഇവിടെ ഇതിൻ്റെ വലിയൊരു സൈഡിലേക്ക് തീരെ ലൈറ്റ് എത്താതിരിക്കുന്നു. അതാണ് എൻ്റെ ഒരു കൺസേൺ, അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മീഡിയ ഡിസ്കഷനിലൊക്കെ വരുമ്പോൾ അവർ ആൾറെഡി ഈ കൺക്ലൂഷൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവർ ആൾറെഡി തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അസീൽ പറഞ്ഞ എനിക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അസീൽ ഇത് ശരിയല്ലെങ്കിൽ തിരുത്തണേ. അതായത് ഇപ്പോൾ ഇത് കൺസ്യൂം ചെയ്യുന്നത്, അതായത് ഈ പ്രൈം ഡിസ്കഷൻസ് കൺസ്യൂം ചെയ്യുന്ന വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും കുറച്ചും കൂടി ഇപ്പോൾ നമ്മുടെ ജനറേഷനിലെ ആൾക്കാർ കാണലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മെജോറിറ്റി ഒരു 80-90% ആൾക്കാർ ചിലപ്പോൾ ന്യൂസൊന്നും അങ്ങനെ ഈ പ്രൈം ടൈം ഡിസ്കഷൻസ് കാണാത്ത ആൾക്കാരായിരിക്കും, ഹൈലൈറ്റ്സ് കാണുന്നത്. അപ്പോൾ ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഡിസ്കഷൻസ് പോകുന്നത്, അല്ലെങ്കിൽ അതാണ് അവർ ചെയ്യുന്നത് എന്നാണ് അസീൽ പറയുന്നത് അല്ലേ? എക്സാക്ട്ലി അത് ഡിസ്കഷൻസ് പോകുന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ നാട് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പോളിസികളും ബാക്കിയുള്ള എല്ലാം രൂപീകരിക്കപ്പെടുന്നത് ഒരു പരിധി വരെ പബ്ലിക്കിൻ്റെ ഒരു വികാരം കൂടി മാനിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുമല്ലോ. ആ മാനിക്കപ്പെടുന്ന വികാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും സബ്ജക്റ്റീവാണ്. അത് ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നത് എന്താണോ അതാണ് ഇവിടെ പോളിസികളും നയങ്ങളും രൂപീകരിക്കപ്പെടുമ്പോൾ ഇതാക്കപ്പെടുന്നത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പരിഗണിക്കപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ അവിടെ തീരെ ശ്രദ്ധ എത്താതെ പോകുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ഇനി വരാനിരിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻസിഡൻറ്റ് ഉൾപ്പെടെ സംഭവിച്ചതുപോലെ ഇവിടെ രണ്ടാളും 2 വഴിക്ക് അങ്ങോട്ട് പോകും. ഒരു സീനിയർ ജനറേഷൻ അങ്ങോട്ടേക്ക് പോകും, പുതിയ ജനറേഷൻ ഇങ്ങോട്ടേക്ക് പോകും. അതൊരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. എന്നാൽ കൺക്ലൂഷൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടെന്നല്ല, പക്ഷേ ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ ആര് പറയുന്നത് ആയിരിക്കണം കൺക്ലൂഷൻ എന്നുള്ളത് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ അസീൽ പറഞ്ഞല്ലോ, അസീൽ ഈ സ്പേസിൽ 2021 തൊട്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഞാനൊക്കെ അസീലിനെ കണ്ടു തുടങ്ങിയത് ഈ 2K vs 90s കിഡ്സിൻ്റെ ആ ഒരു ഡിസ്കഷനിലാണ് അസീൽ ട്രെൻഡിങ് ആയതും, അതുപോലെ നമ്മളിൽ കൂടുതൽ പേരും അത് നോട്ടീസ് ചെയ്യപ്പെട്ടതും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് അസീലിന് തോന്നിയിട്ടുണ്ട്? ലൈക്ക് ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടും ഇത് സംസാരിച്ചപ്പോൾ അസീലിന് കുറച്ചും കൂടിയും ഒരു അക്സെപ്റ്റൻസ് കിട്ടി, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അസീലിൻ്റെ വോയിസ് കേൾക്കാൻ റെഡിയായി എന്ന് അസീലിന് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അതിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പേഴ്സണലി ഞാൻ ഈ ഡൊമൈനിൽ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ കുറേ കൂടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സാധനത്തിലേക്ക് എപ്പോഴും ഞാനും അതിലേക്ക് എൻഗേജ്ഡ് ആയി പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം. അത് സ്വാഭാവികമായിട്ടും ഒരു സെർട്ടൻ ഓഡിയൻസിനെ മാത്രമേ അത് കാര്യമുള്ളൂ. അതിലും മെസ്സേജ് കൊടുക്കാനുണ്ട്, പക്ഷേ അതൊരു സെർട്ടൻ ഓഡിയൻസിലേക്ക് മാത്രമേ എത്തുള്ളൂ. കുറേ കൂടെ വൈഡർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിച്ചു അതിൻ്റെ ഒരു പേഴ്സണൽ റീസൺസ് കൂടി അതിന് പിന്നിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഫിലിം പ്രേമത്തിൽ മറ്റേ നിവിൻ പോളിനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ഫാദർ വന്ന് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ചിട്ടുണ്ട് സ്കൂളിൽ.
അതേപോലെ അസീൽ 2Kനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ട് 2Kയുടെ അക്സെപ്റ്റൻസ് കിട്ടി സോഷ്യൽ മീഡിയയിൽ കൂടുതലും. ഈ ഒരു ജനറേഷൻ, ഇപ്പോൾ നമ്മുടെ ജനറേഷൻ ആണെങ്കിൽ ഇപ്പോൾ 90s കിഡ്സ്, നമ്മുടെ ജനറേഷനും അല്ലെങ്കിൽ അതിന് ശേഷം വന്ന ജനറേഷനാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അസീലിനെ ആ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, നമുക്ക് വേണ്ടി സംസാരിച്ച ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ആളുകൾ കണ്ട് അങ്ങനെ അസീലിന് അങ്ങനെ എന്തെങ്കിലും കമൻറ്റ്സ് വന്നിട്ടുണ്ടോ, ലൈക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓക്കെ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ഇതൊക്കെയാണ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ചേട്ടനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് ഒരുപാട് കമൻറ്റ്സ്. ഇപ്പോഴും ഞാൻ ലൈക്ക് റിക്വസ്റ്റിൽ അങ്ങനെ വന്ന് നടക്കും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് തരുമ്പോൾ. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറയുന്ന കാര്യം ഒരിക്കലും ഒരു ആവേശം ഡ്രൈവ് ചെയ്യുന്ന ഒരു സാധനം ആവരുത്. ഞാൻ എൻ്റെ ബയോയിൽ എപ്പോഴും എഴുതിയിട്ട് സാധനമാണ് സോളി ഐ ഡോണ്ട് സെൽ അഡ്രിനാലിൻ ഹിയർ എന്ന് എഴുതിയിട്ടെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു ആവേശം മാത്രം കൊടുക്കുന്ന ഒരു സംഭവമായി പോകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കുറേയൊക്കെ ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇവിടെ ഒരു ഇമോഷൻ അല്ല ഞാൻ സെല് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഞാനൊരു ആംഗിളാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയുന്നത്, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടാമതും ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഇതിൽ ഫോക്കസ് ചെയ്ത് ഇനിയും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം ഇതാണ്. ഈ പറഞ്ഞ മെസ്സേജുകളാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരു സ്പേസ് ഇപ്പോഴും ഇല്ല എന്ന് ഒരുപാട് കുട്ടികൾ, ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ എക്സാക്ട്ലി അതേപോലുള്ള മെസ്സേജുകൾ, മെയിലുകൾ ഇപ്പോഴും ഞാനിപ്പോൾ നിങ്ങളെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി മെയിലൊക്കെ അപ്പോൾ ഇപ്പോഴും എനിക്ക് 3-4 മെയിലുകൾ വന്നിട്ടുണ്ട്. ഇതേ വിഷയമാണ്. അതിൽ സബ്ജക്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ സെയിം ലൈനാണ്, കേൾക്കാൻ ഇടമില്ല എന്നുള്ളതാണ് സബ്ജക്റ്റായിട്ട് ആൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ബാധിക്കുന്ന ഒരു കൺസേൺ ആണ്. അത് ശരിയാട്ടോ. എല്ലാ ജനറേഷനും നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ മുമ്പ് വന്നവരും അങ്ങനെ വന്നിട്ടുള്ളൂ ഈ മെയിൻ സ്ട്രീമിൻ്റെ ഒരു ഫോക്കസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഇനി ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസീലിനെ പോലെയുള്ളവർ കൂടുതൽ സംസാരിക്കണം, അതൊരു പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കൂടുതൽ. പിന്നെ അസീൽ ഇതിനൊരു ചേഞ്ച് വരാൻ അസീൽ എന്താണ് കാണുന്നത് ഫ്യൂച്ചറിൽ? ഞാൻ പറഞ്ഞാൽ ഇവിടെ നമുക്കെന്താ വെച്ചാൽ ഇവിടെ പലപ്പോഴും നമുക്ക് സംഭവിച്ചോളൂ, ചിലപ്പോൾ പലപ്പോഴും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇതിനകത്തൊരു മാറ്റം വരണം, എല്ലാവരെയും കേൾക്കണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നേറ്റ് ആയിട്ട് നമുക്കൊക്കെ ഉള്ള ഒരു ചിന്ത പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു കാരണത്തിലേക്കോ 2 കാരണത്തിലേക്കോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നാളെ മുതൽ സോൾവ് ചെയ്യാനുള്ള ഒരു കാരണത്തിലേക്കോ അതിനെ എത്തിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ഉള്ളിലുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആയിരുന്നു നമ്മുടെ ഈ വയലൻസ് എന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് സിനിമയിലേക്ക് മാത്രം അടി കൊടുക്കാത്തതിൽ മാത്രം കണക്ട് ചെയ്ത് അതിനെ കൺക്ലൂഡ് ചെയ്യാനാണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നത്. അതിന് പകരം നമുക്കിതിനെ ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം, ഒരു ജനറേഷനെ കേൾക്കണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ മൊത്തത്തിൽ മാറ്റം കൊണ്ടുവരണം. അത് ലോങ് ടേം ആണ്. നമുക്ക് ഇന്ന് മാറ്റം കൊണ്ടുവന്ന് നാളത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഒരു കൊല്ലം കൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റില്ല. പക്ഷെ അത് ലോങ് ടേം ആയിട്ട് അത് പാരൻറ്റിങ്ങിൻ്റെ ഭാഗത്തുണ്ടാവും, കുട്ടികൾക്ക് വീടുകളിൽ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഈ അനുഭവങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ വീട്ടിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ല, എന്നെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ ആളുകളില്ല എന്നുള്ള അത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൊമൈനാണ്. ഇന്ന് സംസാരിച്ച ഒരു കുട്ടി പറഞ്ഞത് ആളുടെ സ്കൂളിലെ കൗൺസിലർമാർ പലപ്പോഴും ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സിനോട് എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക? അവർ ജഡ്ജ് ചെയ്യും. അപ്പം സ്കൂളുകളിൽ അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡുകൾ ഇപ്പോൾ നമ്മളോട് ഓരോരുത്തർ അനുഭവങ്ങൾ പറയുമ്പോഴാണ് ഇതിന് ഏതൊക്കെ ആംഗിളുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ മുഴുവൻ ആംഗിളുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അക്കാഡമിക് കരിക്കുലത്തിലാണെങ്കിൽ അങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് സമൂഹം എന്നുള്ള നിലക്ക് ഇപ്പം ഇവിടുത്തെ മീഡിയ ആണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒരു ജനറേഷൻ അപ്രോച്ച് ചെയ്യുന്നതിൽ മാറ്റം വരുത്തിക്കൊണ്ട് പാരൻസ് അപ്രോച്ച് ചെയ്യുന്നതിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളൊരു ഓവറോൾ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അസില, ഇപ്പോൾ ഈ അസിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു, ഇപ്പോൾ പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലം കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ജനറേഷൻ പോലും അല്ല എൻ്റെ ഫാദറിൻ്റെ ജനറേഷനൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വന്ന ആൾക്കാർക്കോ കേൾക്കാൻ പോലും ഇന്നത്തെ അത്ര പോലും ആൾക്കാർ ഉണ്ടായിട്ടില്ല. അവരുടെ പേരൻസോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. ഇറ്റ് ഡിപ്പെൻസ്, ലൈക്ക് സോഷ്യൽ ഇപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അന്നൊന്നും ഇത്ര പോലും ആൾക്കാർ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണല്ലോ ഇന്ന് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അസില നിഷേധിക്കുമോ? നിഷേധിക്കില്ല, പക്ഷേ അതിൻ്റെ കാരണങ്ങൾ പറയും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കണ്ടൻറ്റുകളാണ് പലപ്പോഴും, ഞാൻ സൈക്കോളജി പഠിക്കുന്നതിനെ കൊണ്ടാണെന്ന് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ഇങ്ങനെ കയറി വരും, സോറി ഫോർ ദാറ്റ്. പക്ഷേ ഈ നമ്മളൊരു ഡെവലപ്മെൻറ്റിൽ ഓവറോൾ ഡെവലപ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളേറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് വളരെ ബേസിക്കായിട്ട് ടെമ്പറമെൻ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഈ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനകത്ത് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഞാനൊരു ഉദാഹരണത്തിലൂടെ വരാം.
നമ്മുടെയൊക്കെ പാരൻസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ ഒരു 2K ഒക്കെ തന്നെ ഫസ്റ്റിൽ ജനിച്ചവരാണെന്നുണ്ടെങ്കിലും ഓല് ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് കണ്ടിട്ടുണ്ട്. അതായത് 90s ഒക്കെ അവസാനത്തിൽ ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് കണ്ടിട്ടുണ്ട്. ഒരു TV ന്ന് വന്നു, അതിനുശേഷം ഒരു പ്രിൻറ്റഡ് മാഗസിനുകൾ ബാക്കിയുള്ളത് വായിക്കാൻ തുടങ്ങി. അത് വളരെ ഒരു സ്ലോ ആയിട്ടുള്ളൊരു ഷിഫ്റ്റായിരുന്നു. അപ്പം ഇതിൻ്റെ ഒക്കെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ അതിൽ ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളതിനെ പറ്റിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു ധാരണയൊക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ സമയത്തുള്ള കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ ജനറേഷൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ ഇത്രയും വലിയൊരു പൂളിലേക്കാണ് എത്തിയിരിക്കുന്നത്. മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ ഇന്ന് എന്നോട് സംസാരിച്ച ഒരാൾ പറഞ്ഞ സംഭവം സെൽഫ് ഹാമിങ്ങിനെ പറ്റിയിട്ടാണ്. സെൽഫ് ഹാമിങ്ങിനെ പറ്റി പറയുന്നത് വെച്ചാൽ ഇവർ കാണുന്നത് വെസ്റ്റേൺ കണ്ടന്റുകളാണ്. വെസ്റ്റേൺ കണ്ടന്റുകളെ മൊത്തത്തിൽ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവർ കാണുന്ന കണ്ടന്റുകളിൽ വെസ്റ്റേൺ കണ്ടന്റുകളും ഉൾപ്പെടുന്നുണ്ട്, നമുക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു. അപ്പം അതിൽ പലപ്പോഴും സെൽഫ് ഹാമിങ്ങിൻ്റെ സാധനമുണ്ട്. അത് നമ്മുടെ നാട്ടിലെ കണ്ടന്റുകളിലുണ്ട്. അപ്പം ഒരുപാട് കൾച്ചറുകളുടെ ഭാഗമായിട്ടുള്ള പല പ്രാക്ടീസുകളും കാണുന്നു. എന്നാൽ ഇതിലേതെടുക്കണമെന്നതിനെ പറ്റി ധാരണയില്ല. അത് ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ മുൻപത്തെ ജനറേഷൻ ഇവിടുത്തെ നമ്മുടെ കൾച്ചറിലുള്ള കണ്ടന്റുകൾ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസസിലേക്ക് മാത്രമാണ് എക്സ്പോസ്ഡ് ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള കണ്ടന്റുകളും അവൈലബിൾ ആണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള പ്രാക്ടീസസും നമ്മുടെ മുന്നിൽ നടന്നുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പലതും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ഇമിറ്റേഷൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒരു ബിഹേവിയറിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഇൻസിഡൻറ്റുകളെല്ലാം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റുകൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫ്രീക്വൻസിയും തീവ്രതയും എല്ലാം കൂടുന്നത് എന്നുള്ളത് ആണ് തോന്നുന്നത്. ഇവർ ഈ പ്രധാനമായിട്ട് അപ്പോൾ കൺസ്യൂം ചെയ്യുന്നത്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പലതരം മ്യൂസിക്സും മൂവീസും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ അവർ ഫീഡ് ചെയ്യുകയാണ് മെമ്മറിയിൽ ചെറുപ്പം മുതലേ. ഇപ്പോൾ റാപ്പ് മ്യൂസിക് ആവട്ടെ, അതിലൊക്കെ പറയുന്ന വേർഡ്സൊക്കെ നോക്കിയിട്ടുണ്ട്, ചിലത് നല്ലതുണ്ടാവും, ചിലത് മോശപ്പെട്ടൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ ആൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അതാണ് പറഞ്ഞു എൻ്റെ. ശരിയാണ്, ഞങ്ങളെ ജനറേഷനിൽ നമുക്കൊരു ടൈം ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിരുന്ന പാട്ടോ ഇന്ന് കേട്ടിരുന്ന പാട്ടുകളൊക്കെ വ്യത്യാസമുണ്ട്. ഇത് മാത്രമല്ല ഫൈസൽ. ഇപ്പോൾ ഫൈസൽ പറഞ്ഞ റാപ്പ് മ്യൂസിക്കിനൊക്കെ പുറമെ ഇപ്പോൾ നമ്മുടെ നല്ല ഗെയിമിംഗ് കൾച്ചർ നല്ലോണം ഉണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഗെയിം കളിച്ചതിനെക്കാട്ടിലും കൂടുതൽ നമ്മളെ താഴെ വന്ന യങ്ങർ ജനറേഷൻസ് ഗെയിം കളിച്ചിട്ടുണ്ട്, അവർ കളിക്കുന്നുണ്ട്, അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ടൈപ്പിലുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ തൊപ്പി സായിപ്പ് എന്നൊക്കെ പറയുന്ന കുറേ, അതുപോലെ വേറെ കുറേ ആൾക്കാർ എനിക്ക് മനസ്സിലിപ്പോൾ ഇത് പേരെ വന്നോളൂ. അപ്പോൾ ഇവരുടെയൊക്കെ വ്യൂവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 90% മുകളിൽ ഈ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ പോകുമ്പോഴുള്ള ക്രൗഡിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്. അതെ. അപ്പൊ അവരുടെയൊക്കെ വ്യൂവേഴ്സും അവരുടെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ഇത്രയും ചെറിയ കുട്ടികളാണ്. ഇപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരൊക്കെ കൺവേ ചെയ്യുന്ന മെസ്സേജുകൾ, ഇതൊക്കെ ഈ കുട്ടികളെ നല്ല രീതിയിൽ ബാധിക്കുന്നില്ല. അതാണ് നമ്മളിപ്പോൾ ഡ്രഗ് അഡിക്ഷനെ പറ്റിയിട്ട് നമ്മളൊരു ഫുൾ എപ്പിസോഡ് ചെയ്തിരുന്നു. സബ്സ്റ്റൻസ് അഡിക്ഷനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും അതേ ലെവലിൽ തന്നെ ഡേഞ്ചർ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഫോൺ അഡിക്ഷനും സ്ക്രീൻ അഡിക്ഷനും എന്ന് പറയുന്നത്. അതായത് യങ് ഏജിൽ തന്നെ വലിയ രീതിക്ക് ഇത് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഈ കുട്ടികളെ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനത്തെ കണ്ടന്റും ഇതൊക്കെ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളൊക്കെയാണ്. അതായത് ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ തെറി വിളിക്കുക, ഇത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ മുഖം നോക്കാൻ ചെയ്യുക, ഇതിന് ഒരു ചെയ്യുന്നതിനല്ല, ഒരു റെഡ് ലൈൻ വേണം ഇതിനൊക്കെ. അപ്പോൾ ഞാൻ റെഡ് ലൈൻ ഉദ്ദേശിച്ചത് കുട്ടികളെ ഇത് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതല്ല. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു എക്കോസിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, മറ്റൊരാൾക്ക് ഹാം ഇല്ലാത്ത രീതിയിൽ ചെയ്യണം. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കുക, ഇങ്ങനത്തെ കണ്ടന്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ ഉള്ള കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അതെ, അസീൽ പൊതുവെ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റാണ്. അതായത് നമ്മൾ ജെൻസീനെ കുറ്റം പറയുമ്പോൾ അത് അവരുടെ കുറ്റം, നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു എൻവയൺമെന്റ് ആണ്. പേരൻസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ. അത് പറഞ്ഞത് വളരെ അധികം ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിക്കും അസീലിന് ഇപ്പോൾ പാരന്റിങ് എന്നുള്ള രീതിക്ക് ഇപ്പോൾ ഒരു ന്യൂ ഏജ് പാരന്റിങ് എങ്ങനെ ആകണം എന്നാണ് അസീലിൻ്റെ കാഴ്ചപ്പാടിൽ അതിൽ. ഓക്കെ, പാരന്റിങ് എന്ന് പറയുന്നത്, പാരന്റിങ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്. ഇപ്പോൾ ഈ മുഴുവൻ കൾച്ചറിലേക്കും ഇൻഡ്യൂസ്ഡ് ആണെന്ന് പറയുമ്പോഴും അവിടെ സത്യം പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പാരൻസ് ആണ്. അപ്പം ഈ പാരന്റിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ നിഷിൻക പറഞ്ഞ പോലെ അവിടെ നമ്മൾ വേണ്ട, പാടില്ല, അല്ലെങ്കിൽ വടിയെടുത്ത് 2 കൊടുക്കാം, ആ ഒരു ആംഗിളിലേക്ക് നമ്മൾ ഇനി പണ്ടത്തെ കുട്ടികൾ അതുകൊണ്ട് നന്നായി, അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടിക്കും വടി കൊടുത്താൽ നന്നാവെന്ന് പറയുന്നതിനകത്ത് പോയിന്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ ഫസ്റ്റിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സെയിം സാധനത്തിലേക്ക് തന്നെ എത്തുകയാണ്. സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുട്ടിക്ക് ഇപ്പം എൻ്റെ ലാസ്റ്റ് വീഡിയോ പോൺ അഡിക്ഷനെ പറ്റിയിട്ടായിരുന്നു. പോൺ അഡിക്ഷൻ അല്ല, ഇൻസ്റ്റഗ്രാമിലുള്ള പേജുകളിൽ സ്വന്തം വീടുകളിലുള്ള ഫോട്ടോകൾ ഷെയർ ചെയ്യുകയും ആ ഫോട്ടോകൾ പിന്നീട് കച്ചവടം ചെയ്യപ്പെടുക കുറേ ഡീപ്പായിട്ടുള്ളൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ഈ ടെലിഗ്രാം ഗ്രൂപ്പ്സിനെ കുറിച്ച് ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ള. അപ്പോൾ സ്വന്തം വീട്ടിലത്തെ ആൾക്കാരെ വീഡിയോസ് എടുത്തിട്ടാണ് നടക്കുന്നത്. ഇതിൽ പെട്ടുപോയ ഒരു കുട്ടിയുടെ അനുഭവം നമ്മൾ ഈ പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതാണ്. അപ്പം എന്നോട് ഈ ഇൻസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിയുടെ കസിനാണ്.
അപ്പം ആ കസിൻ എന്നോട് ഇതൊക്കെ പറഞ്ഞാൽ അവസാനിച്ചപ്പോൾ നിങ്ങൾ ആ കുട്ടിനെ അടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടെന്ന് പറഞ്ഞപ്പോൾ അതായത് ഒരിക്കലും ചെയ്തിട്ടില്ല. ഓൻ എന്നോട് ഇത് പറയാനുള്ള കാരണം ഇതെല്ലാവരും കേൾക്കേണ്ട ഒരു സാധനം തോന്നി. അതായത് ഓൻ ഇത് എന്നോട് പറയാനുള്ള കാരണം ഓൻ എന്നോട് ഇത് പറഞ്ഞാലും ഞാൻ ഓൻ്റെ ജീവിതം നശിച്ചു പോയിന്നോ ഓൻ ഇല്ലാതായിന്നോ അല്ലെങ്കിൽ ഓനെ അടിക്കാനോ ഓനെ കുറ്റപ്പെടുത്താനോ ഞാൻ നിൽക്കില്ല എന്നുള്ളൊരു ഉറപ്പിൻ്റെ പുറത്താണോ എന്നോട് അത് പറഞ്ഞത്. അതുകൊണ്ടാണോ എനിക്ക് ഓനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ ഒരു മെസ്സേജ് ആൾ നമ്മളോടൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആളെനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിപ്പോയി. കാരണം അങ്ങനെ പറയാനുള്ള സ്പേസ് കൊടുത്താലേ ഈ കുട്ടികൾ എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള സ്പേസ് കൊടുത്താലേ ആ സ്പേസിൽ നമുക്ക് ഇവരോട് എടാ അത് ഇതിനൊരു ബൗണ്ടറി ഉണ്ട് കേട്ടോ, ഇതിങ്ങനെ പ്രശ്നം ഉണ്ട് കേട്ടോ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേണ്ടടോ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടാൻ വേറെ ഒരുപാട് സോഴ്സുകൾ ആളുടെ അടുത്തുണ്ട്. ഈ കുട്ടീനെ വടിയെടുത്ത് അടിക്കാനാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി കോളേജിൽ പോയി തിരിച്ചു വരും. അല്ലെങ്കിൽ ആ കുട്ടി കുറേ കൂടെ വലിയൊരു അഡൾട്ടായി മാറുമ്പോൾ ആളുകൾ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും? കഴിയൂല. അടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് ഒക്കെ നമുക്ക് ആവശ്യമാണ്, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പം പിന്നെ ആ ഒരു അടിയിലേക്കല്ല നമ്മൾ കൊണ്ടുപോകേണ്ടത്, നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് കാരണം അതിന് വേറെ കുറേ ആംഗിളുകളുണ്ട്. ഇപ്പം ഈ അടിയെന്നുള്ള ഞാൻ വീണ്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ചർച്ചകൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ആ സാധനത്തിലേക്കാണെന്നുള്ളതിനെ കൊണ്ടാണ്. അപ്പോൾ ഈ അടിക്കുക എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ 3 ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങൾ 3 ആൾക്കാരും പേരൻസ് ആവും. ആവശ്യമായ ഘട്ടങ്ങളിൽ വടിയെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ 3 ആക്കും ഈ ആവശ്യമായ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണമായിരിക്കും. ഇപ്പം ഞാനൊരു പേരൻ്റ് ആകുമ്പോൾ എൻ്റെ കുട്ടി ഒരു പെൺകുട്ടിയോട് വെറുതെ സംസാരിച്ച് നിന്നത് ആരോ നിന്നോട് പറഞ്ഞു എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് അവനെ അടിക്കാനുള്ള കാരണമായിരിക്കും. ചിലപ്പോൾ വേറൊരു പേരൻറ്റിന് എൻ്റെ കുട്ടി സിഗരറ്റ് ഉപയോഗിച്ചു എന്നുള്ളതായിരിക്കും അടിക്കാനുള്ള കാരണം. അത് ഞാൻ വളർന്നു വരുന്ന കൾച്ചറാണല്ലോ എൻ്റെ ആവശ്യമുള്ള കാരണം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് അടി കൊള്ളുന്നത് ചിലപ്പോൾ ഉള്ള കാരണം കൊണ്ടായിരിക്കാം, ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം. അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ അടി എന്നുള്ള സാധനത്തിലേക്ക് അധികം ഫോക്കസ് കൊടുക്കാതെ പോകുന്നതും. പാരൻറ്റിങ് എന്ന് പറയുന്നത് കുറേ കൂടെ ഒരു അറ്റാച്ച്ഡായി നിൽക്കുന്ന ഒരു സാധനമായിട്ട് പറഞ്ഞുകൊടുക്കുന്നതും. പാരൻറ്റിങ് മാത്രമല്ല, ടീച്ചിങ്ങും ആ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൊമൈനാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഭയങ്കര വലിയ റോളുണ്ട് ടീച്ചേഴ്സിന്. പക്ഷേ 90s കിഡ്സിനെ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഈ ആസിൽ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഈ വടിയെടുക്കൽ വേണമെങ്കിൽ പോസിബിളായി എന്ന് വരില്ല. അതായത് കുട്ടികൾക്ക് അതുകൊണ്ട് മാത്രം നമ്മൾ കുട്ടികളെ നന്നാക്കുക എന്നുള്ളത് ഒരു ലോജിക്കലായിട്ടുള്ള കാര്യമല്ല. പക്ഷേ 90s കാര്യം ആലോചിക്കുമ്പോൾ അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതിൽ? വടിയെടുത്തിട്ടുണ്ട്, ബെൽറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു അതൊരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ. ആ ബെൽറ്റിനെ പേടി ഉണ്ടായിട്ടുണ്ടെന്നാ പറഞ്ഞത്. ചില കാര്യങ്ങൾ ചെയ്യാൻ ഓർക്കുമ്പോ ബെൽറ്റിനെ പേടി അല്ല, അത് റിയാലിറ്റിയാണ്. ഈ സംഭവം ആവശ്യമാണ്. ഞാൻ എന്താ വെച്ചാൽ ആവശ്യമാണ്. നമ്മളൊരു പബ്ലിക് ഡൊമൈനിൽ നമ്മൾ ആ സാധനത്തിനെ എൻഡോസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് പറഞ്ഞത്. ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും കുറച്ചൊക്കെ അടി കിട്ടേണ്ട ആവശ്യമാണെന്ന് പറയും. പക്ഷേ ഈ കുട്ടികൾ ഇത് കാരണം ബുദ്ധിമുട്ടുന്ന വലിയൊരു കുട്ടികളുണ്ട്. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ചർച്ചകൾ പലപ്പോഴും നടക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കൾപ്രിറ്റുകളാകുമ്പോഴാണ്, അല്ലെങ്കിൽ കുട്ടികൾ എന്താ പറയുക കുറ്റവാളികളാകുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കുറ്റവാളികളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയോ ഇരകളായിട്ടുള്ള കുട്ടികളുണ്ട്. ഈ ഇരകളാവുക എന്ന് പറയുന്നത് പലപ്പോഴും ടോക്സിക് പാരൻറ്റിങ്ങിനാണ് ഇരകളാവുന്നത്. ആ ടോക്സിക് പാരൻറ്റിങ്ങിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും അനാവശ്യമായിട്ടുള്ള കാരണങ്ങളിൽ കുട്ടിയെ കുറ്റം പറയുക, കളിയാക്കുക, അടിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പം നമ്മൾ ഈ അടി എന്നുള്ളതിലേക്ക് വരുമ്പം നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു അടിയുണ്ട്. ഞാനൊക്കെ ഒരു പക്ഷേ ഒരേ ഡൊമൈനിലുള്ള അടിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അത് കൊടുക്കുമ്പോൾ കേൾക്കുന്ന ഒരാളെങ്കിലും ഈ അടിക്കണം എന്നുള്ള മെസ്സേജ് മാത്രം കേൾക്കും. മനസ്സിലായില്ലേ? അപ്പോഴാണ് അതിനുള്ള പ്രശ്നം വരുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതെ, മനസ്സിലായി. അല്ല, എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഇതിപ്പോൾ ജെൻസിനെ പൊതുവെ കുറ്റം പറയാം. ഇത് അവരുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള നമ്മുടെ അനിയന്മാരുടെ കുഴപ്പമാണോ എന്ന് പോലും എനിക്കറിയില്ല. ഇത് ആരുടെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളത്. കാരണം ഇപ്പോൾ ഞാൻ തന്നെ കണ്ടൊരു സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോൾ TV കാണുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്നത് നമ്മൾ TV കണ്ടുവന്ന സമയങ്ങളിൽ അപ്പോൾ നമ്മൾ ചാനൽ മാറ്റുന്നത് അങ്ങനെ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോയ്സസ് ഇല്ല. നമ്മൾ ആ TV എന്താണ് വരുന്നത് അത് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു കാലമാണ്. അതായത് റീൽസ് 30 സെക്കൻഡിൽ ഇൻഫർമേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ 1 മിനിറ്റിൽ ഇൻഫർമേഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ അവർക്ക് ചോയ്സസ് ഉണ്ട്, യൂട്യൂബിൽ എന്ത് കാണണം ഏത് കാണണം. അപ്പോൾ അവിടെ പേഷ്യൻസിൻ്റെ ഒരു ഘടകം വരുന്നുണ്ട്, അതായത് ക്ഷമ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ക്ഷമ ഷേപ്പ് ചെയ്തിട്ടുണ്ടാവും നമ്മളെ ഇതിൽ. കാരണം ക്ഷമിച്ചുകൊണ്ട് അത് കാണാനും അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാനും. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ അത് അവർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവർ പഠിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഈ പറഞ്ഞ പോലെ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഇത് എങ്ങനത്തോളം ഇവരെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ യങ് ജനറേഷനെ. അതൊരു റിയാലിറ്റിയാണ്. ഈ റീൽസ് അല്ലെങ്കിൽ വളരെ ചെറിയൊരു സ്പാനിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസ്റ്റയിൽ പോളിട്ടപ്പോൾ
ഞാൻ ഒരു കണ്ടന്റ് 2 മിനിറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്തു. എനിക്ക് വളരെ എൻ്റെ ഇഷ്ടപ്പെട്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ 2-3 ആൾക്കാർ വിളിച്ച് എടാ 2 മിനിറ്റ് ഒന്നും ആൾക്കാർ കണ്ടുക്കില്ല, ഞാൻ അതൊരു 1 മിനിറ്റിലേക്ക് ചുരുക്കുക, കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ നമ്മളാലേക്ക് 2 മിനിറ്റല്ലേ ഉള്ളൂ എന്നാണ് ആലോചിക്കുക. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ പ്രശ്നം വെച്ചാൽ വളരെ ചെറിയ സമയം കൊണ്ട് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാനുള്ള അങ്ങനത്തെ സംഭവങ്ങൾ അവൈലബിൾ ആയി. അത് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മളതിൽ. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ, നമ്മളിതിന് സംഭവിച്ചിട്ടില്ല, ഇവിടെ മാറ്റം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ തീരെ തെറ്റിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കാര്യമില്ല. നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ അഡ്രസ്സ് ചെയ്യണം. ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതിൽ പലപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് തരുന്നെന്നുള്ളതിനെ പറ്റി അല്ല ആലോചിക്കുന്നത്. ഈ 60 സെക്കൻഡ് കഴിയുമ്പോൾ ഈ 60 സെക്കൻഡിൽ എനിക്കൊരു രസവും ആവേശമൊക്കെ തോന്നുന്നുണ്ട്. ഇത് ഈ 60 സെക്കൻഡ് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാണ്ടാവുക എല്ലാത്തിലും എൻ്റർടൈൻമെൻറ്റ് കണ്ടതിൽ നമുക്ക് എപ്പോഴും അത് ആലോചിക്കാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ഒരു 90% നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളിലും നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ രീതിയിലേക്ക് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അതെ. അല്ല, ഞാൻ ചോദിക്കുന്ന ഈ ഒരു സംഭവം കാരണം ലൈക്ക് നമുക്ക് ക്ഷമ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ചെറിയ കുട്ടികൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വയലൻസ്, അടിപിടി, ഒന്നെടുത്ത് രണ്ടാമത്തെ അടി തുടങ്ങുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു ഡിപ്രഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ലൈഫിൽ ഡൗൺ ആകുമ്പോൾ തന്നെ ഡ്രഗ് യൂസ് ചെയ്യാനൊരു ടെൻഡൻസി വരിക, ഇതൊക്കെ ആ ഒരു ക്ഷമ നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. അത് ആയിരിക്കാം എന്നുള്ളത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുകളേക്കാൾ കൂടുതൽ നമ്മൾ പണ്ട് നോവലുകളും ഈ പ്രിൻ്റഡ് സാധനങ്ങളുടെ ഒരു സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പലപ്പോഴും എക്സിബിറ്റ് ചെയ്യൽ കുറേയൊക്കെ കാൽപ്പനികതയൊക്കെ ഉണ്ടാവുമെങ്കിലും ജീവിതത്തിലുള്ള അനുഭവങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ അതിൽ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അത് കൺസ്യൂം ചെയ്യുമ്പോൾ കുറേ കൂടെ നമ്മൾ റിയലിസ്റ്റിക് ആണ്. അതേസമയം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാധനം നോക്കും. അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ നമ്മളിത് എഡിറ്റ് ചെയ്ത് ഇതിൽ ആളുകൾക്ക് കേൾക്കേണ്ട ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കേൾക്കേണ്ട ഭാഗം ഇൻ ദ സെൻസ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അത് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കോണ്ടൻറ്റുകളാണെന്നുണ്ടെങ്കിലും അതിനകത്തെല്ലാം ഈ ഒരു എഡിറ്റിങ്ങും ബാക്കി കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ഒരു കഷ്ടമാണ് കിട്ടുന്നത്. പക്ഷേ പലപ്പോഴും ഒരാൾ ലൈഫിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആടെ ഒരു പാകപ്പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ട്. അത് അതേപോലെ തന്നെയാണ് നമ്മൾ ലൈഫിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ സാധനം അതേപോലെ ഒട്ടിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ളൊരു എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതൊന്നും. പക്ഷേ എന്താ പറയുക, ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ക്ഷമ നഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് തിരിച്ച് ടി വിയിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലഘട്ടത്തിലേക്കോ 6-ാം നൂറ്റാണ്ടിലേക്കോ പോകാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് വരേണ്ടത്. ഈ പറഞ്ഞ പോലെ തന്നെ റീൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് പലതും. ഇതിൽ ഇപ്പോൾ റീൽസിൽ പറഞ്ഞ പോലെ നമ്മൾ ഫുള്ളി അങ്ങനെ റീൽസ് മോശമാണ് എന്ന് പറയല്ല. ഒരുപാട് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആവാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാലത്ത് അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടതും കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. ആടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം പങ്കെടുത്ത് ഈ സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ഞാൻ പറഞ്ഞത്. നമ്മളിതിനെ സെൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പായശ്രമമാണ്. കാരണം ഇപ്പോൾ നമ്മൾ എത്ര കണ്ടന്റിന് സെൻസർ ചെയ്യാം. നമ്മൾ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമയെ സെൻസർ ചെയ്യാം. ഇനി അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സ്റ്റെൻറ്റിലേക്ക് പോയി ഇന്ത്യൻ സിനിമ നമ്മൾ സെൻസർ ചെയ്യാം. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ പോലെ വെസ്റ്റേൺ കണ്ടന്റുകളും ഈ പറയുന്ന ഇൻ്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്കാരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഇവിടെ പോളിസികൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ധാരണ വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആടെ ഇതിനെ പിടിച്ച് കെട്ടിയിടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്ന് എല്ലാവരും നമ്മൾ പിന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ളതല്ല. അത് അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഒരു അക്കാഡമിക് കരിക്കുലത്തിലേക്ക്. ഇപ്പോൾ മുമ്പ് ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ഇത് പറഞ്ഞു അസീൽ കുറേ കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള സാധനങ്ങൾ വരുന്നു. ആൾക്കാർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എന്നുള്ളതല്ല, ഈ ആളുകൾ പലപ്പോഴും ഉദ്ദേശിക്കുന്ന പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറുപടി കിട്ടുന്നു, ആ മറുപടി നാളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീരുന്നില്ല. അത് നമുക്ക് കഴിയില്ല. നമുക്ക് ഇവിടെ വേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പലപ്പോഴും ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് കണ്ടിട്ടുള്ളതാണ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാൻ, +2 ഫുൾ A+ കിട്ടാൻ വേണ്ടി നൈറ്റ് ക്ലാസ്സുകൾ കൊടുക്കുന്നു, ബാക്കി കാര്യങ്ങൾ കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത് അത് ആവശ്യമാണ്. കാരണം എന്താണ്, അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ലോകത്തേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് കൂട്ടി കൊടുക്കണം. അതേപോലെ ഒരു ട്രെയിനിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടന്റുകളിലേക്ക് ഇൻഡ്യൂസ് ആകുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ. ഇപ്പം നമ്മൾ ആ ട്രെയിനിങ്ങുകളിൽ ഒരു വലിയ ശതമാനം കൊടുക്കുന്നത് ഗവൺമെൻറ് പോളിസി വന്നിട്ടൊന്നുമല്ല, ആൾക്കാർക്ക് ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തുണ്ട് ബോധമുണ്ട് കുട്ടിക്ക് ഇത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ധാരണ നമുക്ക് എന്ത് വേണം, പോളിസികൾ വേണം, വേണ്ട എന്നുള്ളതല്ല. പക്ഷേ ഇനീഷ്യലി അത് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പം നമ്മൾ ആ ഒരു അറിവ് കുട്ടികൾക്ക് എല്ലാവർക്കും, കുട്ടികൾക്ക് എന്നുള്ളതല്ല കേട്ടോ, ആ ഒരു വളർന്നു വരുന്ന മുഴുവൻ ജനറേഷനും കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിക്ക് നമ്മളിതിൽ പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികളെക്കാൾ കൂടുതൽ സ്ക്രീനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള പേരൻസ് ഉള്ള ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അതേപോലെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊരു കാര്യം. ഇപ്പോൾ ഞങ്ങൾ ഒരു 90s ഞങ്ങളൊരു 10ാം ക്ലാസ് +1 എത്തിയപ്പോൾ പറഞ്ഞിരുന്ന കാര്യമാണ്, നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ അഡിക്റ്റഡ് ആണ്. ഞങ്ങളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിച്ചപ്പോൾ നന്നായിട്ട് പറഞ്ഞിരുന്നു. അത് എല്ലാ ജനറേഷനും ഇങ്ങനെ ഓരോന്ന് ഫേസ് ചെയ്തിട്ടുണ്ടാവും ഓരോ കാലത്തും. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ അതിനോട് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അതിൽ പറയുന്നൊരു കാര്യം, ജെൻസിയിലുള്ള പിന്നെ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ പല കമ്പനീസിനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ ഇപ്പോൾ കുറേ ആൾക്കാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് പണം ഉണ്ടാക്കണം, ഈ ജെൻസി പിള്ളേർക്കൊക്കെ പണം ഉണ്ടാക്കണം എന്നുള്ള താല്പര്യമുള്ളതാണ്. പക്ഷേ അവരൊക്കെ ഒരു പെട്ടെന്ന് ഓവർനൈറ്റ് സക്സസ്ഫുള്ളിനെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി, ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം, ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഞാൻ പൊതുവേ കണ്ടുവരുന്ന എൻ്റെ സർക്കിളിലൊക്കെ ഉള്ള പയ്യന്മാർക്കും അതേപോലെ ഞാൻ സംസാരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് പണം ഉണ്ടാക്കണം, എന്തും ക്ഷമയോടെ ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി കമ്മിയായി വരുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർ അങ്ങനെ ഒരു കംഫർട്ട് സോണിലായതുകൊണ്ടാണോ അതോ പിന്നെ വേറെ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അസീലിന് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് 90s ഇങ്ങനൊരു മെൻറ്റാലിറ്റി ഉണ്ടെന്നും ജെൻസീസിന് ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെന്നും അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ എക്സ്ട്രീമുകളിലേക്ക് പോയിട്ടുണ്ടെന്നു. എക്സ്ട്രീമുകൾ എന്നുള്ളതല്ല, അപ്പം ഈവൻ 2K പോലും ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, ഭയങ്കരമായി എഫേർട്ട് എടുക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ അതൊരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ എന്നുള്ളതല്ല, വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഞങ്ങളുടെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്കും ഈ ഒരു സംഭവം ഉണ്ട്. അതായത് പെട്ടെന്ന് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇൻഫർമേഷൻസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാണുന്ന വീഡിയോകളിലാണെന്നുണ്ടെങ്കിലും കൺസ്യൂം ചെയ്യുന്ന വേറെ എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ പലപ്പോഴും കാണുന്നത് ഇതിൻ്റെ ഒരു സക്സസ് പാർട്ട് മാത്രമാണ്. ഇതിൻ്റെ ബാക്ക് എൻഡിൽ എത്രത്തോളം ഉണ്ടായെന്നുള്ള ഒരിക്കലും ഒരാൾക്കും അത് എക്സിബിറ്റ് ചെയ്യാൻ കഴിയേയില്ല, പലർക്കും അതിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അവസാനത്തെ നമ്മൾ ഒരു മല കയറുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനം ആ പീക്കിലേക്ക് എത്തുന്ന ഭാഗം മാത്രമേ മീഡിയയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിലേക്കോ വരുന്നുള്ളൂ. ആ ഒരു പ്രശ്നം ഇവിടെ നല്ലോണം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വളർന്നു വന്നിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ആളുകളിൽ എത്തിക്കുന്ന ഒരു 10ലും 11ലും പഠിക്കുമ്പോൾ മുതൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ ഒരു ഡിഗ്രി കാലഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഒരു സക്സസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്ന കുട്ടികളും ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുണ്ട്. ഈവൻ ഫാമിലികളെ രക്ഷപ്പെടുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ്റെ സൈഡിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ബാക്കിയുള്ള മേഖലകളിലാണെങ്കിലും കാണാൻ പറ്റും. നമ്മൾ ചോദിക്കും ലൈക്ക് ഇവർ വളർന്നു വന്ന സാഹചര്യം കുറേ കൂടെ അതിനെ പോസിറ്റീവായിട്ട് നെറിഷ് ചെയ്യുന്നതിനെ കൊണ്ടല്ലേന്ന്. അല്ലാത്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന കുട്ടികളും പലപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു കാര്യം ഭയങ്കര യാഥാർത്ഥ്യമാണ്. അതായത് ഹാർഡ് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നല്ല. അപ്പം ഞാൻ മുമ്പ് സംസാരിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ATM കാർഡുമായിട്ട് ബന്ധപ്പെട്ട്. ATM കാർഡ് സ്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. ATM കാർഡ് സ്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്കാമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ആളെടുത്ത് കഴിഞ്ഞാൽ അതിലൊരു 10 ആൾക്കാരെങ്കിലും ഈ വിഷയം പറഞ്ഞ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ ഏജന്റുമാർ. ഈ സ്കാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരു 18 മുതൽ 25 വരെ വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് ATM അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും പറയുന്നു. അതിൽ പൈസ ബ്ലാക്ക് ആക്കുന്നു, വൈറ്റ് ആക്കുന്നു, ഒരു ലോങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് അവിടെ നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ATM കാർഡ് വാടക കൊടുത്തു കഴിഞ്ഞാൽ 25,000 ഉറുപ്പിക കിട്ടും, പ്രത്യേകിച്ച് ഒരു പണി എടുക്കാതെ. ആ സാധനത്തിലേക്ക് ആ പൈസ കിട്ടുന്നതിനെ കൊണ്ടാണ് കുട്ടികൾ ATM കാർഡ് കൊടുക്കുന്നത്. അതിൻ്റെ ബാക്കിലുള്ള ഡേഞ്ചറിനെ പറ്റിയിട്ടോ അത് നാളെ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നത്തിനെ പറ്റിയിട്ടോ ഒരു 80% ആൾക്കാരും ബോധേഡല്ല. അത് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ്, റിയാലിറ്റിയാണ്. അതെ. പിന്നെ അതിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരൊക്കെ കാണുന്ന പിന്നെ ഈ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മില്യണയർ ആവാന്നുള്ള വീഡിയോസും ഈ ഗുരൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90s 80s ആൾക്കാരെ കണ്ടൻസാണ് ഇവർ ഈ കൺസ്യൂം ചെയ്യുന്നത്. അതായത് ഈ പിന്നെ എന്താ ഓൺലൈൻ ഗുരൂസൊക്കെ നമ്മൾ പറയുന്നില്ല, അവരാണ് കൂടുതലും ഓവർ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ലൈഫാണ്. അതെ. പിന്നെ അതുപോലെ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് മില്യണയർ ആവാനില്ല. അതായത് ഈ ക്രിപ്റ്റോ കറൻസീസ് കുറേ വന്നു, മീം കോയിൻസ് അങ്ങനത്തെയൊക്കെ അത് പ്രൊമോട്ട് ചെയ്യില്ല, പലതരം പിന്നെ ഗെയിംസ്, ഈ ഗാംബ്ലിംഗ് പറ്റിയിട്ടൊക്കെ 18 വയസ്സിൽ തന്നെ ബില്യനേഴ്സ് ആയ ആൾക്കാരുണ്ട്. അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഗെറ്റ് റിച്ച് ക്വിക്ക്. പണ്ട് ഞങ്ങൾ ഇങ്ങനെ കേട്ടിരുന്നില്ല. അതായത് 16 വയസ്സുള്ളൊരു പയ്യൻ 1 മാസം കൊണ്ട് $1 മില്യൺ ഉണ്ടാക്കി, ഇങ്ങനത്തെ ന്യൂസ് ഒന്നും കേൾക്കില്ലായിരുന്നു. ഇപ്പം അതൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 20s കഴിഞ്ഞ ഒരു 23-24 ആയ ഒരു പയ്യൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് ഇത്ര പൈസ വേണമെന്നല്ലെങ്കിൽ ഓൺ ഡിപ്രസ്ഡ് ആവുകയാണ് സത്യം പറഞ്ഞാൽ. 30s റിട്ടയർഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം, മനസ്സിലായോ? ഈ ബിസിനസ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. റിട്ടയർഡ് ആയവരും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇപ്പോൾ
ജൻസിയിലൊക്കെ ഒരു 19-20 വയസ്സുള്ള പയ്യനൊക്കെ എനിക്കറിയാം, നല്ല പൈസ ഉണ്ടാക്കിയിട്ട് റിട്ടയർഡ് ആയവരൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ട്. പിന്നെ അതന്നെ ഇപ്പോൾ ഒരുപാട് സ്കാമിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതും വേറെ ഉണ്ട്. ഇപ്പോൾ അസീൽ പറഞ്ഞതൊക്കെ ശരിയാണ്, ഈ ATMൻ്റെ കാര്യവും ഇതൊക്കെ ശരിയാണ്. ഈ ATMൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അസീൽ ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടിരുന്നു, ഈ പിന്നെ ഡ്രഗൊക്കെ ഉപയോഗിക്കാനുള്ള പണം എവിടെ നിന്ന് വരുന്നുണ്ട്, ഈ ATM ഒക്കെ നിങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അത് എത്രത്തോളം ശരിയാണ്? ഈ പിന്നെ കുട്ടികൾക്ക് പൈസ കിട്ടുന്നതിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക്, അത് പാരൻസിനായാലും അവരത് ശ്രദ്ധിക്കുന്നില്ല. ഇല്ല, ധാരണ അത് വളരെ സീരിയസ് ആയിട്ടുള്ള സ്കാമാണ്. ATM മാത്രമല്ല, അതൊരു വൈഡ് സെഗ്മെന്റ് ആണ്. ATM കൊടുക്കുന്നതുണ്ട്, ചെക്ക് ബുക്ക്, അതായത് നിങ്ങളെ ചെക്ക് ബുക്ക് നിങ്ങൾ വേറൊരാൾക്ക് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ എന്തോ പൈസ ട്രാൻസാക്ഷനൊക്കെ പരിപാടികളൊക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്ലിപ്പിന് 3000 അങ്ങനെ എന്തോ വക കിട്ടും, നിങ്ങൾക്ക് അതിന് വാടക തരികയാണ്. അപ്പം ഈ പൈസ തീരെ റെഗുലേറ്റഡ് അല്ല. ഞാൻ അതാണ് അതിൽ പറയാനുള്ള കാരണം. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടി ഡ്രഗ് വാങ്ങുന്നുണ്ട്, ഓക്കെ, കുട്ടികളുടെ കയ്യിൽ ആഡംബര വാഹനങ്ങളുണ്ട്, പണിക്ക് പോകാത്ത കുട്ടികളുടെ കയ്യിൽ, ഓക്കെ, ബ്ലെയിം ചെയ്യുന്നു. പിറ്റേ ദിവസം അടുത്ത ചർച്ച വരുന്നു, നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുന്നു. ഏടുന്ന ഈ പൈസ വരുന്നത്, ഏടുന്ന ഈ വാഹനങ്ങൾ വരുന്നത്? കഷ്ടപ്പെട്ട്, ഈ പറഞ്ഞതുപോലെ ഇതിൽ വേറൊരു സൈഡ് ഉണ്ട്, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട ബൈക്ക് വാങ്ങുന്നവരുണ്ട്, ഓരല്ലേ പറയുന്നത്. പക്ഷേ ഇതിലൊരു വേറൊരു ഭാഗമുണ്ട്. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ മുമ്പിൽ കാണുന്ന എക്സാമ്പിളാണ് ഈ പറയുന്ന ATM കാർഡും ബാക്കി കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഹുക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് 45,000 രൂപ, അപ്പം നിങ്ങൾക്ക് BP ആണെങ്കിൽ BP എത്തുള്ളൂ. കാരണം ലീഗൽ സൈഡ് എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ഒരു പരിപാടി പറയുന്നത്. ഒരു കാനറ ബാങ്കിൻ്റെ ഗോൾഡ് കാർഡ് ഉണ്ട്, ഇന്റർനാഷണൽ കാർഡാണെന്ന് തോന്നുന്നു. ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാടക കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 45,000 രൂപ കിട്ടും. അതായത് നിങ്ങളുടെ പേരിൽ നിങ്ങൾ ATM കാർഡ് എടുക്കുന്നു, നിങ്ങൾ ഇന്നാൾക്ക് കൊടുക്കുന്നു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ പൈസയാണ് വരുന്നത്. ഈ പൈസൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇത് ആരാൻ്റെ പൈസ സ്വന്തം ATM കാർഡിലൂടെ അക്കൗണ്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ അത് ബ്ലാക്കാന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷേ അത് എത്രത്തോളം ബ്ലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിലെ കുട്ടികളെ തെരഞ്ഞു വരുന്നത് ജാർഖണ്ഡിലെയും മധ്യപ്രദേശിലെയൊക്കെ പോലീസാണ്. അവിടെ നിന്നുള്ള ഫണ്ടാണ് ഈ വൈറ്റാക്കപ്പെടുന്നത്. അവിടെ നിന്നുള്ള ഫണ്ടാണ് ഈ വൈറ്റാക്കപ്പെടുന്നത്. എത്രത്തോളം സീരിയസ് ആണ്. ഈ കുട്ടികൾ എന്നിട്ട് ജയിലിൽ പോയി കിടക്കുകയാണ്. 19-20 വയസ്സുള്ള കുട്ടികൾ ഇത് കാരണം ജയിലിൽ പോയി കിടക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കാതെ പെട്ടുപോകുന്നതാണ്. ആ ഇമ്മൻസ് ആയിട്ട് ഒഴുകുന്ന പൈസയെ റെഗുലേറ്റ് ചെയ്യാതെ ഈ കാര്യങ്ങളെ ഒന്നും റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പൈസ കൊടുക്കാൻ ഉള്ളിടത്തോളം കാലം എന്തിനെങ്കിലുമൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പം പ്രൊഡക്റ്റിനെ തടയുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ് ഇതുപോലെ അൺറെഗുലേറ്റഡ് ആയിട്ട് ഒഴുകുന്ന പൈസയെ തടയുക എന്നുള്ളതെന്നാണ്. പിന്നെ പൈസയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ജെൻസിയിൽ അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷനിലുള്ള പിള്ളേർക്ക് ജോബ്സ് കമ്പനീസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. ഒരു Intelligent.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് നടത്തിയ, ഗ്ലോബലിൽ നടത്തിയൊരു സ്റ്റഡി ഉണ്ട്. അതിൽ ഞാൻ അസീലിൻ്റെ അടുത്ത് കോൾ ചെയ്തപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനെ പറ്റി. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 out of 10 ആളുകളെയും ഈ ഇപ്പോൾ പുതിയ ഹയർ ചെയ്ത ന്യൂ ഹയേഴ്സിനെയും അവർ ഒരു വർഷത്തിന് മുന്നേ പിരിച്ചു വിടുകയാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവർ മുമ്പത്തെ എംപ്ലോയീസിന് അത്ര പ്രൊഡക്റ്റീവ് അല്ല, അതേപോലെ തന്നെ ഇവർക്ക് സോഫ്റ്റ് സ്കിൽസ് ഇല്ല, ഒരു റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് ഒരു ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ അതിനൊരു ലീഡർഷിപ്പോട് കൂടി ഏറ്റെടുത്ത് അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് അത് ആ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ല. അവരെപ്പോഴും മാനേജേഴ്സിൻ്റെ അടുത്ത് ചെല്ലുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്രൈസിസ് വരുന്ന സമയത്ത് ഡയറക്റ്റ് മാനേജേഴ്സിന് ഇത് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ അനലൈസ് ചെയ്തതിൽ വെച്ചിട്ട് അവർ പറയുന്നത് 6 out of 10, അതായത് 60% ഇവർ ഇപ്പോൾ കമ്പനീസ് ഹയർ ചെയ്യുന്ന ഈ ന്യൂ ജനറേഷനിൽ പെട്ടിട്ടുള്ള ഈ ന്യൂ ഗ്രാജുവേറ്റ്സിനെ അവരെന്ത് ചെയ്യാണ്, ലേ ഓഫ് ചെയ്യുകയാണ്. മനസ്സിലായി? അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് കാണുന്ന വ്യൂവേഴ്സിന്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജോബ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈ ജെൻസിനെ പറ്റി ഇങ്ങനത്തെ ഒരു ഇമേജ് ഉള്ള ഒരു ജോബ് മാർക്കറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യാന്നുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിക്കണം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജോബിൽ നിന്ന് ലേ ഓഫ് ചെയ്യുകയാണ്, നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല, പ്രൊഡക്റ്റീവ് അല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കമ്പനീസ് നിങ്ങളങ്ങനെ കാണുന്നത്? അപ്പോൾ അതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്താൽ മാത്രമേ ഇനി ജോബ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതല്ല, പിന്നെ ഈ ടെക്നോളജിനോടുള്ള ഒരു ഓവർ ഡിപ്പെൻഡൻസ് കാരണം കൂടിയാണ് അത് വരുന്നത്. കാരണം ഇപ്പോൾ എന്താ പറയുക, നമ്മളൊക്കെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലെ ഇപ്പോഴത്തെ ജനറേഷൻ ആൽഫാണിൽ ജനിച്ച് വീണത് തന്നെ സ്ക്രീനിൻ്റെ മുമ്പിലോട്ടാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബ്ലം സോൾവിങ് ആണെങ്കിലും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ കുറേ കാര്യങ്ങൾ ആ ടൈമിൽ തന്നെ നമുക്ക് ഡെവലപ്പായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ ടാക്സിക്കാരൊക്കെ എന്താണ്, അവരൊക്കെ വണ്ടിയൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ടാണ്, അതായത് വഴികൾ കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്തിട്ടാണ് ഓടിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ അത്രത്തോളം പ്രോബ്ലം മാപ്പ് വേണ്ടിയിരുന്നില്ലല്ലോ. അത്രത്തോളം ഇപ്പൊ ChatGPT വരുമ്പോഴും നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ എത്രത്തോളം ലേസി ആവുന്നുണ്ട് പല കാര്യങ്ങളിലും. നമ്മളിപ്പോ CV സെറ്റ് ആക്കാനാണെങ്കിലും ഈ കോഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയും, നമ്മുടെ മെമ്മറി പവർ, നമ്മളെ കാൽക്കുലേഷൻ പവർ, മാത്തമാറ്റിക്കൽ പവർ. ഇപ്പോൾ ഇതിൽ വേറൊരു വശം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും, ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച ഈ മാസ്റ്റേഴ്സ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും നമ്മൾ പ്രൊഫസർമാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടുതലും ഇമെയിലുകളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും. ഇപ്പോൾ പക്ഷേ ഫുൾ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ. ഇത് മോശമാണെന്നല്ല, പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ഇപ്പോഴും അത് അങ്ങനെ ആയിട്ടില്ല. നമ്മുടെ മാനേജേഴ്സായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഓവർസീസ് ആയിട്ടുള്ള ടീമിനായിട്ടോ ഒക്കെ കോൺടാക്ട് ചെയ്യുന്നത് ഇപ്പോഴും ഇമെയിലുകളിലൂടെയാണ്. അപ്പോൾ ഈ പിള്ളേർക്ക് കൂടുതലും എങ്ങനെ ഒരു ഇമെയിൽ എഴുതണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു റെസ്പെക്റ്റ്ഫുള്ളി കാര്യങ്ങൾ സംസാരിക്കണം. വാട്സപ്പ് ചാറ്റ് ചെയ്യുന്ന പോലെയല്ല, അതേ സെയിം കണ്ടന്റ് അല്ല നമ്മളൊരു ഇമെയിലിൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്ലേസ് ചെയ്യുന്ന ഒരു രീതി വ്യത്യാസമുണ്ട്, ആ ഒരു പ്രൊഫഷണലിസം കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ കോർപ്പറേറ്റ് കൾച്ചർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളുകളിലും ഇപ്പം ഞാനൊക്കെ അതാ പറഞ്ഞത്, ഇപ്പം ഞാനൊക്കെ സ്കൂളിലും മാസ്റ്റേഴ്സിനാണെങ്കിലും ബാച്ചിലേഴ്സിനാണെങ്കിലും പഠിച്ച രീതി തന്നെയാണ് കോർപ്പറേറ്റിൽ ഫോളോ ചെയ്യുന്നത്. നമ്മൾ മെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ പ്രൊഫസർമാരുടെ ഒക്കെ കുറച്ച് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ സംസാരിക്കുന്നു. ഈ സെയിം സംഭവം പ്രൊഫഷണൽ ലൈഫിലും ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. കാരണം മാനേജേഴ്സായിട്ട് സംസാരിക്കുന്നു, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ റെസ്പെക്റ്റോട് കൂടിയും, അല്ലെങ്കിൽ റെസ്പെക്റ്റ് എന്നതിനപ്പുറം നമ്മളൊരു എന്താ പറയുക, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലല്ലല്ലോ എന്തായാലും ഒരു മാനേജറോട് സംസാരിക്കുമ്പോൾ. അവിടെ നമ്മൾ ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ സംസാരിക്കുന്ന രീതി, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ സ്കൂളുകളിൽ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം സ്കൂളിൽ ഇത് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നമ്മുടെ പ്രൊഫഷണൽ സെറ്റിങ് ആ ഒരു രീതിയിലായിട്ട് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ AI യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനീസൊക്കെ. എത്രത്തോളം സ്കൂളുകളിലും കുട്ടികൾ യൂസ് ചെയ്യുന്ന അത്ര തന്നെ ആ ഒരു വ്യാപ്തിയിൽ ഡെപ്തിൽ കമ്പനീസൊന്നും AIയും കാര്യങ്ങളും യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടും അറ്റ്മോസ്ഫിയറും വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ പഠിച്ച അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു നമുക്ക് പ്രൊഫഷണൽ ലൈഫിലും കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾ പോകുന്ന ആ ഒരു എക്കോസിസ്റ്റത്തിലല്ല പ്രൊഫഷണൽ എക്കോസിസ്റ്റം കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടിയും ഇതിലുണ്ട്, ഈ ഒരു പ്രോബ്ലത്തിൽ എന്നാണ് ഞാൻ പറയുന്നത്. സത്യമാണ്. സ്കൂളുകളിലും കുട്ടികളും കുറെ കൂടെ മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ആ സ്പീഡിനൊത്തിട്ട് ഈ പറയുന്ന മൊത്തം സിസ്റ്റത്തിന് പോകാൻ പറ്റിയിട്ടുണ്ടോ? അത് നമ്മുടെയൊക്കെ നാട്ടിൽ മൊത്തം സൊസൈറ്റിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നതാണ്. കുറെ കൂടെ മുന്നിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ നിൽക്കുന്നത്. അവിടേക്ക് എത്താനുള്ള ഒരു സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഒരു സൈഡിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ജനറേഷൻ ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഇതിന് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കോളേജ് ലൈഫിലും ബാക്കിയുള്ള സ്ഥലത്തും കൂടി അത് എന്താ പറയുക പ്രതിഫലിക്കലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു എൻജോയ്മെൻറ്റ്, അപ്പോഴത്തെ ഒരു വൈബ്, കോളേജിലെ ആ ഒരു രസം എല്ലാം ആവശ്യമാണ്. നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്നതാണ്, അത് ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പറഞ്ഞ പോലെ ഇത് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു വർക്ക് പ്ലേസിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ആ സമയത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ഒരു കൾച്ചറിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ ഇവിടെ തരാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യം. അപ്പോൾ ഞാൻ +2 പഠിക്കുമ്പോൾ മുതൽ എൻ്റെ തലയിലുള്ള ഡൗട്ടാണ്. ഞാൻ സയൻസാണ് പഠിച്ചത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് വൈകുന്നേരം 5 മണി വരെയൊക്കെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും, വീക്ക് ലോങ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ 1 അവർ അല്ലെങ്കിൽ 2 അവർ നിങ്ങളെ കരിയർ എന്താവണം, അതായത് +1 +2 നിങ്ങളെ കരിയർ നിങ്ങൾ എന്താവണം, എത്ര ഓപ്ഷൻസ് നിങ്ങളെ മുന്നിലേക്കുണ്ട്, ഇത്ര ചാൻസസ് നിങ്ങളെ മുമ്പിലുണ്ട്, ഇതിലെല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിനെ പറ്റി ഒരു ക്ലാസ് കൊടുക്കാൻ പറ്റി നന്നായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഡിഗ്രിയിലെത്തിയതിന് ശേഷം ലിങ്ക്ഡിനിൽ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള ബാക്കി പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ തന്നെ പ്ലേസ് ചെയ്യണം, നിങ്ങളെ എക്സിബിറ്റ് ചെയ്യണം, അതിനെ പറ്റിയിട്ടൊരു അവയർനെസ്, അതിനെ പറ്റിയിട്ടൊരു ക്ലാസ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. നമ്മുടെ ഇടയ്ക്കെന്തോ ഒരു വർക്ക്ഷോപ്പ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയാലായി, അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഈ സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ PG ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ UG പഠിച്ചത്. അപ്പോൾ ആ PG കഴിഞ്ഞിറങ്ങുമ്പോഴും ഇതിനെ പറ്റിയിട്ടൊരു ധാരണ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് എടുക്കും, ഏതെങ്കിലും ഒരു PG കോഴ്സ് എടുക്കും, പിന്നെ എങ്ങനെയെങ്കിലും ഒരു കമ്പനി കയറും. ആ കയറി കഴിഞ്ഞാലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഡേഞ്ചറാണ്. കമ്പനി ജോബ് കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം പണിയാണെന്നുള്ളത് അറിയാം. എനിക്ക് തോന്നുന്നത് ആ ഒരു അങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ പുറത്താണുള്ളത്, ആ ഒരു കൾച്ചറിലേക്ക് അവിടെ പോലും എത്തിയിട്ടില്ല എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലുള്ളൊരു ഫേമിലേക്ക് ഒരാൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പം അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ആയിരിക്കും, ഇതിൻ്റെ എത്ര അടങ്ങായിരിക്കും അല്ലേ? അതാണ് ഇപ്പോൾ ഈ പാരസും ഈ അസിലും പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ലിങ്ക്ഡിനും അല്ലെങ്കിൽ എന്താണ് ഒരു CV എങ്ങനെ സെറ്റ് ചെയ്യണം, ഇതൊന്നും ഇപ്പോഴും നമ്മുടെ കോളേജുകളിലൊന്നും പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ ആർക്കും ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ്.
അതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു CV കണ്ടു. ഞാൻ ഭയങ്കര CV ഉണ്ടാക്കണതിൽ അടിപൊളിയായിട്ടൊന്നുമല്ല, എന്നാലും ഈ ഫെലോഷിപ്പും ബാക്കിയുള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കൊടുത്ത് കണ്ടൊരു യൂറോപ്പാസിലോ ബാക്കിയുള്ളതിലോ ഒക്കെ ചെയ്ത് കണ്ട് ഏകദേശം ഒരു ഇതിലെത്തുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏത് സ്ഥലത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണമെടുത്താന്ന് തോന്നുന്നുണ്ട്, ഒരു PG കഴിഞ്ഞ ഒരാൾ CV കണ്ടു. അപ്പം ATS എന്ന് പറഞ്ഞൊരു സാധനം, ATS ഈ സാധനം എങ്ങനെ ഇടാന്ന് എനിക്ക് അറിയില്ല. കാരണം ATS സ്കോറിങ്ങോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് സത്യം പറഞ്ഞാൽ ആ CV ഉണ്ടാക്കിയിട്ടുള്ള ആൾക്ക് ഇല്ല എന്നുള്ളത് ഇത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആരെ കുറ്റപ്പെടുത്തല്ല, അത് ഒരാൾക്ക് അത് ഇല്ല, അത് ഡിസൈൻ ചെയ്യാൻ കഴിയാതെ ഇരുന്ന് പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ATS എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ATSൽ ഇങ്ങനെ സ്കോറിങ് വരും, ഇല്ല ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര ഡിഫൈൻ ചെയ്ത് ഇങ്ങോട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് പാരഗ്രാഫിനെ പറ്റി എഴുതേണ്ടതില്ല. ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണയും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. CV ഉണ്ടാക്കുന്നതിൻ്റെ ഉദാഹരണമാണല്ലോ. CVയിലൊക്കെ ഇത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം പല CVകളുടെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ആ 2 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 2 പേജ് ഉണ്ടാവും, അല്ലെങ്കിൽ 1 പേജ് ഉണ്ടാവും. ആ 1 പേജ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ അസീലിൽ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ വൈറലായ ശേഷം ഓരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആയ ആൾക്കാരെ കുറിച്ച് അസീൽ കൂടുതൽ സംസാരിച്ചാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കുട്ടികളൊക്കെ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുണ്ട്, ഇതിന് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നോ? ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ആണ് ഞാൻ ഒരാളുടെ മെസ്സേജ് കാണുന്നത്. ആളെനിക്ക് വാട്സാപ്പിൽ, ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറും ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ വാട്സാപ്പിലാണ് മെസ്സേജ് അയക്കുന്നത്. മറ്റൊരു നിങ്ങൾ കാണലുണ്ടാവില്ല, നിങ്ങൾ ഇത് എന്തായാലും വായിക്കണമെന്ന് പറഞ്ഞിട്ട്. ആൾ പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സിഗരറ്റ് യൂസ് ചെയ്യുന്നതിനെ ഭയങ്കര നോർമലായിട്ട് കാണുന്നുണ്ട്, അതിനെ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അതിനെതിരെ നിങ്ങൾ വീഡിയോ ചെയ്യണം, അതിനെതിരെ സംസാരിക്കണം എന്നാണ് പറയുന്നത്. ഇയാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പല കാര്യങ്ങളും, ആളിപ്പം കുറേ റിക്കവറായി, ഞാൻ പല കാര്യങ്ങളും റിക്കവറായി, പക്ഷേ എൻ്റെ ഫ്രണ്ട്സും ഞാനും തുടങ്ങിയത് എന്തിലാണ്? സിഗരറ്റിലാണ്. സിഗരറ്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ, ഇത് ഉപയോഗിച്ച ആളാണ് പറയുന്നത്, സിഗരറ്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പറ്റാതായി. സിഗരറ്റിൽ തന്നെ ലൈഫ് ലോങ് പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇത് തോന്നുന്നത് വെറുതെ പറയുന്നതല്ലേ, അല്ല എനിക്കിത് ഡയറക്റ്റ് വന്ന മെസ്സേജാണ്, വേണമെങ്കിൽ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാനും റെഡിയാണ്. അപ്പോൾ ഇത് സിഗരറ്റിൽ ആദ്യം ഒരു ത്രില്ല് കിട്ടാതായി, ആ ത്രില്ല് കിട്ടാതായി കുറച്ച് കഴിഞ്ഞപ്പം കഞ്ചാവിലേക്ക് എത്തി, പിന്നെ വന്ന് അത് കെമിക്കൽസിലേക്ക് എത്തി. അപ്പം ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിനെ ഭയങ്കര നോർമലായിട്ട് നമ്മളെന്നുള്ളതല്ല ഒരു മൊത്തത്തിൽ കാണുന്നത്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലെ പല റീലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ളത്, ഇപ്പം ഇന്നലെയും കണ്ടു, കഞ്ചാവ് അടിക്കുന്നവരെല്ലാവരും ക്രൂരന്മാരൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുള്ള റീല് ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പം ഇതിനെ നോർമലൈസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം. അതെ, ഈ സാധനത്തിന് കഞ്ചാവിനെ നോർമലൈസ് ചെയ്ത് കഞ്ചാവ് അടിക്കുന്നവരെല്ലാവരും ക്രൂരന്മാരൊന്നുമല്ല, കഞ്ചാവ് അടിക്കുന്നവരെ പറ്റി സമൂഹം ചിന്തിക്കുന്നത്, എന്നാൽ യഥാർത്ഥത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ട്രോളും മീമും വരികയാണ്. അപ്പം അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളതാണ്. ഇപ്പം ഈ ആൾക്കാർ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു, പക്ഷെ ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള, നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിനെ പറ്റി സംസാരിക്കുക എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, അത് അസീൽ കണ്ടോന്ന് അറിയില്ല. വയനാട്ടിൽ ഒരു ടീച്ചർ സ്കൂളിൽ പിള്ളേരെ അടിച്ചു വന്നതിൻ്റെ പേരിൽ എന്താ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതും 15,000 രൂപ ഫൈൻ അടച്ചതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടൊരു സംഭവം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കാണാം. അത് അസീൽ കണ്ടിരുന്നോ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ. അതിൽ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് മടുത്തു, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കില്ല. അത് പിള്ളേർ തമ്മിൽ തല്ലായിരുന്നു, ക്ലാസ്സിൽ എന്തോ ഇതിൻ്റെ പുറത്ത് തമ്മിൽ തല്ലിയായിരുന്നു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, വടിയെടുത്തിട്ട് അവരെ ജസ്റ്റ് തല്ലി അവരെ മാറ്റി ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിനാണ് പുള്ളി 2 ദിവസം ജയിലിൽ നിന്നല്ല സ്റ്റേഷനിൽ ഇരുന്നതും ഈ 10,000 രൂപയോളം ഫൈൻ വന്നതും. അപ്പോൾ ഇതൊക്കെ ശരിക്ക് ഒരു എന്താ പറയുക, ടീച്ചേഴ്സിനൊരു പേടിയല്ലേ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്താണ് ഇത് ശരിക്കും സംഭവം, എങ്ങനെയാണ് ഇത് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഇത് സത്യം പറഞ്ഞാൽ പ്രശ്നമാണ്. ഈ സിമിലർ ആയിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനി വടി എടുക്കുന്നില്ല, കാരണം ഞങ്ങൾ വടി എടുക്കാത്തതിൻ്റെ കാരണം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ വായിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ആ അധ്യാപകരെ പാവം, കാരണം അവർ വളരെ ഹോണസ്റ്റ് ആയിട്ടാണ് ഈ സാധനം എഴുതിയിടുന്നത്, ഹോണസ്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം വരിക, ഇവർ വളരെ ഹോണസ്റ്റ് ആയിട്ടാണ്, ഇവർ ആവശ്യമുള്ള ഘട്ടത്തിൽ, യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ഘട്ടത്തിലാണ് ഇവർ അടിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനെ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് പ്രശ്നം എന്നുള്ളതാണ്. ലീഗൽ സിസ്റ്റത്തിലെ നിയമങ്ങൾ പലപ്പോഴും ഇപ്പം താമരശ്ശേരിയിലെ കേസ് പറഞ്ഞതുപോലെ ആ ആളുകളെ എക്സാം എഴുതിപ്പിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നാളെ ചിലപ്പം എന്തേക്കാം നിഷ്കളങ്കരായിട്ടുള്ള ആളുകളും വന്നേക്കാം എന്നുള്ളൊരു പോയിന്റ് അവിടെ ഉള്ളതിനെ കൊണ്ടാണ്. ഈ അടിയുടെ കേസും അങ്ങനെയാണ് വരിക, ഒരു ജനറൽ പെർസ്പെക്റ്റീവിലാണല്ലോ നിയമങ്ങൾ വരിക. സ്വാഭാവികമായിട്ടും അവിടെ സംഭവിച്ചിട്ടുള്ളതും ഇപ്പം നാളെ ഒരുപക്ഷെ ഒരു ക്രൂരനായിട്ടുള്ള അധ്യാപകരിൽ നല്ലവരുണ്ട്, അധ്യാപകരിൽ ചീത്തവരുണ്ട്. ക്രൂരനായിട്ടുള്ളൊരു അധ്യാപകൻ നാളെ ഒരുപക്ഷെ എന്ത് ചെയ്തേക്കാം, കുട്ടിയെ വളരെ ബ്രൂട്ടലായിട്ട് അടിച്ചേക്കാം.
നിയമം അടിക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ എന്തേക്കാം ആ കുട്ടിക്ക് ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് ലീഗലി ഒരു മീൻസും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇത് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിനെപ്പറ്റി അവെയർ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോൾ അടിക്കണം, അത് എത്രത്തോളം ആ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എപ്പോൾ അടിക്കണം, എന്തിനടിക്കണം എന്നുള്ളതിനെ പറ്റി ടീച്ചേഴ്സ് അവെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓക്കെ ആണെന്നുള്ളത് പറയാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കുട്ടികളുടെ കേസിൽ വരുമ്പം പലപ്പോഴും കേട്ടിട്ടുള്ളത് ഈ അടിയുടെ കേസാണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും ബിഹേവിയറലായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. ഇതിനെ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ, ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റാത്തോടത്താണ് ഇത് നമ്മളെ ഫെയിലിയർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ കേസിലേക്ക് തന്നെ തിരിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ഭാഗത്തുനിന്ന് 8ാം ക്ലാസ്സിൽ നിന്നും ഇതേപോലെ അടി നടക്കുകയോ ബാക്കി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. അപ്പം അന്നൊരു പക്ഷേ അതിനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് അന്ന് കൊടുക്കാനാകുന്ന എല്ലാ ഹെൽപ്പോ അസിസ്റ്റൻസോ വാട്ടവർ നമ്മളതിനെ എന്ത് വിളിച്ചാലോ അത് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഷഹബാസിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇനിയും നമ്മൾ ചെയ്യേണ്ടുന്ന അതാണ്. ഇതിൻ്റെ ഇനീഷ്യൽ സൈനുകൾ കുട്ടികൾ കാണിച്ചു തുടങ്ങുമ്പം അതിന് വേണ്ടുന്ന ഹെൽപ്പ്, അല്ലെങ്കിൽ അവരൊരു പ്രൊഫഷണലുമായിട്ട് അവരെ കണക്ട് ചെയ്യുക. ഒരു പക്ഷേ ചിലപ്പോൾ അത് എപ്പോഴും ഈ ടീച്ചർമാർക്ക് അത് കഴിഞ്ഞോളണമെന്നില്ല. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സാണ്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെ ബാക്കി കാര്യങ്ങളിലൂടെ ഇയാളുടെ ബിഹേവിയറലായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുട്ടിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നാർസിസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻറ്റിങ്ങിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം അയാളുടെ ആങ്സൈറ്റി കാരണം ബാക്കിയൊക്കെ ഉണ്ടാകുന്നതായിരിക്കാം. അപ്പോൾ അതിന് വളരെ ചെറുപ്പത്തിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനത്തെ കേസുകളാണെന്നുണ്ടെങ്കിലും ഈ അടിക്കാനുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ, അത് എങ്ങനെ കോസ് ചെയ്തു എന്നുള്ളത് നോർമലി കോസ് ചെയ്യും, അല്ലാണ്ട് ഉണ്ടാകാനുള്ള കാരണങ്ങളും ഉണ്ട്. അപ്പം അതിനെ തടയാന്നുള്ളതാണ്. പിന്നെ അസീലിപ്പോൾ ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞല്ലേ? അപ്പോൾ ഇപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ മാസ്റ്റേഴ്സ് ചെയ്യാനാണോ പ്ലാന്? ഞാൻ ചിലപ്പോൾ 1 ഇയർ ബ്രേക്ക് എടുക്കും. എന്തായാലും ബ്രേക്ക് എടുത്താലും ഇല്ലെങ്കിലും ക്ലിനിക്കൽ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ടോ ഇങ്ങനെ വരുന്ന ആൾക്കാർക്കൊക്കെ? ഇല്ല പറ്റൂല. ഐ മീൻ ലൈക്ക് അത് സത്യം പറഞ്ഞാലൊരു ഇതാണ്. അതായത് ശരിക്ക് എത്തിക്കലി നമ്മുടെ നാട്ടിൽ RCA അങ്ങനെ നിയമം കൊണ്ടുവരാനായിട്ടാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. അത് ഇതിൻ്റെ വേറൊരു സൈഡാണ്. അതായത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ശരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക MSc കഴിഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആവും. എന്നാൽ മാത്രമേ നമുക്ക് സൈക്കോളജിക്കൽ തെറാപ്പി കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് ആൾക്കാരെ ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ PhD എടുക്കണം, എന്നാലേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നാട്ടിൽ RCAക്ക് അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഇല്ലാത്തതിനോട്, ബാക്കിയുള്ള ഇപ്പോൾ UK യിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അതിന് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്. നാട്ടിൽ അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഇല്ലാത്തതിനെ കൊണ്ട് 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഇതൊന്നും അല്ലാതെ ചില മത നേതാക്കന്മാരൊക്കെ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ആ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് അപകടം ഉണ്ടാവുകയും, അതും ഇൻബോക്സിൽ വരുന്ന അനുഭവങ്ങളാണ്. അപകടം ഉണ്ടാവുകയും ഓൾറെഡി ട്രോമയിൽ നിൽക്കുന്ന കുട്ടി വീണ്ടും വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഇൻസിഡൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ. നമ്മുടെ നാട്ടിലത്തെ സൈക്കോളജി കോഴ്സസിനെ പറ്റിയിട്ട് എന്താണ് അസീലിൻ്റെ അഭിപ്രായം? അതായത് മൊത്തത്തിലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ജോബ് റെഡി ആയിട്ടാണ് ഒരു സ്റ്റുഡൻറ്റിനെ പുറത്തേക്ക് ഇറക്കുന്നത്? സൈക്കോളജി കോഴ്സ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എംപ്ലോയ്മെൻറ്റിന് ഒരിക്കലും, ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട്. കാരണം ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത്. ഫറൂഖ് കോളേജിൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് ഒരിക്കലും, കാരണം വളരെ പേഴ്സണലായിട്ട് പറയാം, നമ്മളെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പോലെ കരിക്കുലം നമുക്ക് ചിലപ്പം സൈക്കോളജിൻ്റെ കരിക്കുലം നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സംഭവമായിരിക്കും. പക്ഷേ അതിനെ ഭയങ്കര വൈഡായിട്ട് പഠിപ്പിച്ചു തരുന്നത്, നിങ്ങൾ എങ്ങനെ എന്തിന് റെഡി ആവണമെന്നൊക്കെ പഠിപ്പിച്ചു തരുന്ന ടീച്ചേഴ്സാണ് നമുക്ക് കോളേജിലുള്ളത്. പക്ഷേ ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും എക്സാമിന് എന്താണോ ചോദിക്കുന്നത് അത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് ചെയ്യാൻ, ഒരാളെ അസിസ്റ്റ് ചെയ്യാൻ മാത്രം കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സൈക്കോളജി കോഴ്സുകൾ ആപ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും. പിന്നെ ടിസ്സൊക്കെ ഉണ്ട് കേട്ടോ, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പോൾ ടിസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ MSc ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ സൂപ്പർവിഷൻ ഉണ്ടാവും. MSc ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എടുക്കുന്ന മുഴുവൻ കേസുകളും നിങ്ങളെ HODമാർ അസിസ്റ്റ് ചെയ്യും. നിങ്ങളതെങ്ങനെ ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യും. പക്ഷേ നോർമലി ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ബാക്കി സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും അവിടുന്ന് സൈക്കോളജി പഠിച്ചിറങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രം ആൾക്കൊരു ജോബിലേക്ക് എത്താനോ, ഈവൻ ഇപ്പോൾ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പം പോലും അത് ഓൺ എഫക്റ്റിൽ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ക്വസ്റ്റൻ. കാരണം ഇപ്പോഴും ഇതൊന്നും നമ്മുടെ കരിക്കുലാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ ഉൾപ്പെടെ പഠിക്കുന്ന കരിക്കുലാണെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇത് പഠിച്ച ഒരാൾ എങ്ങനെയാണ് സൈക്കോളജി പ്രാക്ടീസ് ചെയ്യാൻ എനിക്കറിയില്ല. കാരണം ഇതിൽ ലാബ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ലാബ് എന്തെങ്കിലും കുറച്ച് നിങ്ങൾ ചെയ്താൽ മതി. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളെ മുമ്പിൽ വരാൻ പോകുന്നത് മനുഷ്യന്മാരാണ്. നമ്മൾ വേറെ ജോലിയൊന്നുമല്ല ചെയ്യാവുന്നത്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓൺ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരും? ഇപ്പം പല കോഴ്സുകൾക്കും, ഇപ്പോൾ BO കോഴ്സുകൾക്കൊക്കെ ഇൻറ്റേൺഷിപ്പാണ്. 6th സെമസ്റ്ററിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്താൽ അവർ പാസ്സാവും. ശരിക്കും ഇത് ആദ്യം കൊണ്ടുവരേണ്ടി സൈക്കോളജിയിലാണ്. ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇപ്പം ഒരു 3rd ഇയറിനൊക്കെ അവസാനമാകുമ്പോൾ സത്യം പറഞ്ഞാൽ പഠിപ്പിക്കേണ്ടത് ഒരു അശൈലത്തിൽ അല്ലെങ്കിൽ
എല്ലാത്തിലും ക്ലിനിക്കൽ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഡിസോർഡറുകളാണ് പഠിക്കുക. അല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ തെറാപ്പി ആയിരിക്കും. ഈ ഒരു സെറ്റിങ്ങിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത്. അതിന് ഇന്ത്യയിലെ കരിക്കുലം ഭയങ്കര വീക്കാണ്. പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ഇല്ല എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ഹൗസ് സർജൻസി ഉള്ള പോലെ നിങ്ങൾക്ക് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഒന്നും കിട്ടുന്നില്ല അല്ലേ ഒരു സൈക്കോളജി സ്റ്റുഡന്റിന്? ഒന്നും കിട്ടുന്നില്ല. പിന്നെ PG ചെയ്യുമ്പം ചില സ്ഥലങ്ങളിൽ ക്ലിനിക്കൽ ഹവേഴ്സസ് ഉണ്ട്, വളരെ ചില സ്ഥലങ്ങളിൽ. അത് ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുമ്പോഴേ ഉള്ളൂ. കൗൺസിലിംഗ് സൈക്കോളജിയോ ബാക്കി ചെയ്യുമ്പോഴൊക്കെ അത് ഭയങ്കര ലിമിറ്റഡ് ആണ്. ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യുന്നത്. പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല പ്രാക്ടിക്കലായിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുമ്പം പ്രൊജക്റ്റ് ഇപ്പോൾ എൻ്റെ തേർഡ് ഇയർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രൈബൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിൻ്റെ മെൻ്റൽ വെൽബീങ് ആണ്. എനിക്കതെടുക്കാം. അല്ലെങ്കിൽ എനിക്ക് കണ്ടന്റ് അനാലിസിസ് ചെയ്യാം, വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് അനാലിസിസ് ചെയ്യാം, എന്തും പ്രൊജക്റ്റ് എടുക്കാം. അത് പ്രാക്ടിക്കൽ ആയിക്കോളണം. അപ്പം എൻ്റെത് ക്വാളിറ്റേറ്റീവ് ആണ്, ഇൻ്റർവ്യൂ ആണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഇട്ട് ഗൂഗിൾ ഫോമിൽ വരുന്ന റിസൾട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ പ്രോജക്റ്റിൻ്റെ റിസൾട്ടായിട്ട് SPSS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് എല്ലാം പ്രാക്ടിക്കൽ ആയിക്കോളണം എന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു കമ്പൽഷൻ സത്യം പറഞ്ഞാൽ ഇല്ല. അസീൽ ഇപ്പോൾ പറഞ്ഞിരുന്നു കാസ്യുവിൻ്റെ ഒരു കാൻഡിഡേറ്റ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അവിടെ വിജയിച്ചിരുന്നോ ഇലക്ഷനിൽ? ഞാൻ ഫസ്റ്റ് ഇയറിലാണ് മത്സരിച്ചത്. ഫസ്റ്റ് ഇയറിൽ വിജയിച്ചിരുന്നു. പിന്നെ ഓർഗനൈസേഷൻ്റെ റോളുകളുണ്ടായിരുന്നു. പ്രസിഡന്റ് ആയിരുന്നു, യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഫാമിലി അങ്ങനെ ഫാമിലി അങ്ങനെ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഫാമിലിയിൽ നിന്നാണോ? ഒരാൾ പോലും ഇല്ല. അതുകൊണ്ടാണ് എനിക്കിത് അവസാനം ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്നും ഇങ്ങനെ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോ ലൈക്ക് കുറേ കൂടെ ഇൻഡത്തായിട്ട് സാക്കിയ ജെഫ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഇസാൻ ജെഫ്രി ഉണ്ടായിരുന്നല്ലോ, ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടൊരു MP ഉണ്ടായിരുന്നു, കോൺഗ്രസ് MP ആയിരുന്നു പുള്ളി. പുള്ളിയുടെ വൈഫ് കൊല്ലപ്പെട്ട സമയത്ത് ഞാൻ എൻ്റെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഒരു പരാജയമാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോഴും ആരും ചോദിക്കാൻ നമുക്ക് ഫാമിലിയായിട്ട് അങ്ങനെ ഒരു കമ്പൽഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പട്ടിക്കാരെ അല്ലാത്തതിനെ കൊണ്ട് തിരിച്ച് ബാക്ക് അടിച്ച സമയത്ത് നമുക്ക് ഒരു പ്രഷറൊന്നും ഉണ്ടായിട്ടില്ല. പട്ടിക്കാരൊന്നുമല്ല. പിന്നെ ബ്രദറും പലരും ഇതുമായിട്ട് ഇത് ഈ ഐഡിയോളജി ഏകദേശം എല്ലാവരും, ഇപ്പോൾ ഞാനും എത്രയൊക്കെ ഇതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐഡിയോളജിക്കലി നമ്മളെപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അസീലിന് ലാസ്റ്റായിട്ട് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ് ഇനി വളർന്നു വരുന്ന ആ ജനറേഷന് കൊടുക്കാനുള്ളൊരു മെസ്സേജ്? അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ട്രാപ്പുകളുള്ളൊരു സംഭവത്തിൻ്റെ ഇടയിലാണ് നമ്മളുള്ളത് എന്നുള്ളത് നമ്മൾ ഇനീഷ്യലി നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഗെറ്റ് റെഡി എന്നുള്ളതാണ്. നമുക്കിപ്പം പല പ്ലഷറുകൾ നമ്മുടെ മുമ്പിൽ കിട്ടാണ്ട്, പല ഹാപ്പിനെസ്സും നമ്മുടെ മുമ്പിൽ കിട്ടാണ്ട്, പലതും കിട്ടാണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ഇറങ്ങാൻ പോകുന്നത് വളരെ കോമ്പറ്റേറ്റീവായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് നമ്മൾ എത്രത്തോളം റെഡി ആകുക എന്നുള്ളതാണ്. അത് ജോബ് എന്നുള്ളത് മാത്രം ആയിക്കൊള്ളുന്നില്ല, അത് എല്ലാ പെർസ്പെക്റ്റീവിലും. അതെ, ഇപ്പം റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിലും ശരി, ബാക്കി കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ശരി, ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും. ആ സമയത്ത് ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് 2025-ലാണ്. 100-ൽ 101% ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുതരാം, 2027-ലോ 2028-ലോ നടക്കാൻ പോകുന്ന ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PGയും ബാക്കിയുള്ളതും എല്ലാം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, ഒരു ജോബിലേക്കൊന്നും കയറാൻ പറ്റാത്ത വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളും അവർ കാരണം സ്വാഭാവികമായിട്ടും ജോലി ഇല്ലാത്ത ആളുകൾ, പൈസ ആവശ്യമുള്ള ആളുകൾ സമൂഹത്തിൽ കൂടുതലുണ്ടാകുമ്പം സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകും. അപ്പം അവർ കാരണം ഉണ്ടാകുന്ന സോഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പം അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ നമ്മൾ നോക്കുക, അതിന് റെഡി ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ താങ്ക് യു അസീൽ. താങ്ക്സ് ഫോർ ഓക്കെ. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ. ഇനി ഫ്യൂച്ചറിൽ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് കാണുമോ പൊളിറ്റിക്സിൽ? ഇല്ല, നമ്മളിത് നമ്മൾ ഞാറില്ലേ, എൻ്റെ ഏറ്റവും അവസാനത്തെ പൊളിറ്റിക്കൽ പോസ്റ്റിൽ ഞാൻ എഴുതി വെച്ച അവസാനം എന്താണ്, ഇന്ത്യൻ പ്രതിപക്ഷം ഒരു പരാജയമാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറ്റിയ പരിപാടിയെല്ലാം തോന്നുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ ഇങ്ങനെ കാണലുണ്ട്, മറ്റേ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറഞ്ഞങ്ങാട്ട് ഈ പരിപാടി നമുക്ക് പറ്റിയതെല്ലാം തോന്നിയപ്പോഴാണ് മെല്ലെ ബാക്ക് അടിച്ചത്. ഓക്കെ, അപ്പോൾ ഓക്കെ. സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. എനിക്ക് തോന്നി നമ്മൾ ജെൻസിനെ കുറെ കുറ്റം, എനിക്ക് തോന്നുന്നത് നമ്മൾ ജെൻസിനെ കുറ്റം പറയല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മളെ സറൗണ്ടിങ് അങ്ങനെയാണ്. നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പഠിക്കണം. അല്ല, ഒരു പക്ഷേ നമ്മൾ ഈ ജനറേഷനിൽ ജനിച്ച് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് നമ്മൾ എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഇപ്പോൾ നേരത്തെ മുമ്പിന് പറഞ്ഞില്ല, നമുക്ക് അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു പ്രീ ഇന്റർനെറ്റ് സീസണും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു പോസ്റ്റ് ഇന്റർനെറ്റ് സീസണും കണ്ടതുകൊണ്ട് നമുക്ക് ആ വ്യത്യാസമുണ്ട്. പക്ഷെ നേരിട്ട് ഇതിൽ വന്ന് ജനിച്ച് വീഴുന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ശരിക്ക് ഓരോ കയ്യിലല്ല. അതാണ് ഒരിക്കലും ഈ ന്യൂ ജനറേഷൻ്റെ പ്രശ്നം അല്ലത്. അവർ വന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകാണ്ട്, എല്ലാവരും പോകണ ഒഴുക്കിൽ ഫ്ലോയിൽ പോകാണ്ട്, ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാണ്ട് ഇങ്ങനെ കാര്യങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കുക, അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ്. അല്ല, അസീലിനെ പോലുള്ള പിള്ളേരാണ് നമുക്ക് അതിൻ്റെ
പിന്നെ ആ ഒരു ഫ്യൂച്ചർ ബ്രൈറ്റ് ആയ ഒരു ഫ്യൂച്ചർ തെളിയിക്കേണ്ടതിന് ഒരു കാരണമാണ് അസീലിനെ പോലെ സംസാരിക്കേണ്ട കഴിഞ്ഞ വിഷയമല്ലോളൂ വീക്ക് പറഞ്ഞില്ല. അതായത് ഇപ്പോൾ ഈ ന്യൂസിലും അന്തിച്ചർച്ചകളിലൊക്കെ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ ജനറേഷനിൽ പോലുള്ള ആൾക്കാർ പോലും ന്യൂസിലൊന്നും ഇപ്പോൾ സംസാരിക്കാറില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ജനറേഷനിലോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ജനറേഷനിലോ ന്യൂസിലൊന്നും ആരും ഇങ്ങനെ വന്ന് സംസാരിക്കുന്നില്ല. അപ്പം നമ്മുടെ വോയിസ് കേൾക്കുന്നില്ല ജനങ്ങളാരും, അല്ലെങ്കിൽ നമ്മളൊരു സർക്കിളിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചു മാത്രം കാര്യമില്ല. അപ്പോൾ നമ്മളെ വോയിസ് ഇപ്പോൾ ഈ ന്യൂസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞതും കുറച്ച് ഓൾഡർ ജനറേഷനിലെ ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ വോയിസ് അവരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ന്യൂസ് പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് സംസാരിക്കുന്ന ആൾക്കാർ വേണം. അതിന് ഇപ്പോൾ നമ്മുടെ ജനറേഷനിൽ നമ്മുടെ ജൂനിയർ ജനറേഷനിലെ ആൾക്കാരില്ല, അസീലം പോലത്തുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. അതാണ് അത് ശരിയാട്ടോ ഈ പറഞ്ഞ്. നമ്മളാരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മളൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഇവരെ ഈ 10-60-70 വയസ്സുള്ള ആൾക്കാർ പറയണേ അവരെന്ത് നമ്മളെ ഓഡിയൻസ് ആണെങ്കിലും നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ ഇത് അവരിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ ഓൾഡർ ജനറേഷനിലുള്ള ആൾക്കാർ നമ്മളെ പോഡ്കാസ്റ്റ് കാണുന്നില്ല. അപ്പോൾ അവരിലേക്ക് ഒരു ചെറിയ പാർട്ടി ഉണ്ടാവുള്ളൂ, മെജോറിറ്റി ആൾക്കാർ കാണുന്നില്ല. അപ്പോൾ അവരിലേക്ക് എത്തണമെങ്കിൽ അവർ എന്താണോ ലിസൺ ചെയ്യുന്നത്, അവർ എന്താണോ കൺസ്യൂം ചെയ്യുന്നത്, അവിടെ പോയിരുന്നിട്ട് നമ്മളിത് സംസാരിക്കണം എന്നുള്ളതാണ്. ടെക് വേൾഡിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടോ ഗൈസ്? ഇപ്പോൾ ആപ്പിള് പുതിയ എയർപോർട്സിന്റെ ഒരു അപ്ഡേറ്റിൽ അതായത് റിയൽ ടൈം ട്രാൻസ്ലേഷന് എനേബിൾ ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ റിയൽ ടൈം ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതേ ഭാഷയിൽ സംസാരിപ്പിക്കാം. ഞാൻ മലയാളം സംസാരിക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിലാക്കാൻ പറ്റും. അതിപ്പോ ഓൾറെഡി ആൻഡ്രോയിഡിന്റെ ഏതൊരു ഫീച്ചറിൽ ഉണ്ട് തോന്നുന്നു, ഏതൊരു എയർപോർട്സിൽ. അപ്പൊ ഞാൻ എയർപോർട്ടിലും കൂടി വരുന്നുണ്ട്, അത് എന്താകും എന്നുള്ളത് നോക്കാം. അങ്ങനത്തെ ഡിവൈസ് ഉണ്ടല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന. ചൈനീസിന്റെ കുറെ ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എയർപോർട്ടിലൊക്കെ വരുമ്പോൾ അത് ഒന്നും കൂടിയും അക്സെപ്റ്റഡ് ആയി മാറുകയാണ്, അതായത് ഗ്ലോബലി. മറ്റേത് ചൈനീസ് അങ്ങനെ കുറെ എന്താ ഈ പറഞ്ഞ പോലെ ആപ്സും ഡിവൈസസും കാര്യങ്ങളും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പോളണ്ടിൽ തന്നെ കഴിഞ്ഞ ഒരു 6 മാസത്തിൻ്റെ അടുക്കൊരു ഇത് നടന്നിട്ടുണ്ടായിരുന്നു, ഒരു ടെക് ഫെസ്റ്റ്, ഇങ്ങനെ ഈ പ്രൊഡക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ അന്ന് പോയപ്പോൾ നിങ്ങളുണ്ടായിരുന്നു, ഞാൻ അവിടെ പോയ സമയത്ത് അവർ സംസാരിക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ആ ഡിവൈസ് അവരിങ്ങനെ നമ്മൾ വെച്ചു, നമ്മൾ സംസാരിച്ചാൽ അവർക്കത് അവരുടെ ലാംഗ്വേജിൽ കേൾക്കുന്ന രീതിയിൽ അങ്ങനെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിലൊക്കെ അത് യൂസ് ചെയ്യുമ്പോൾ ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തൊരു രീതിയിലേക്ക് അത് മാറുകയാണ്. നമുക്ക് ഇനിയും പുതിയ ഗസ്റ്റുകളെ നോക്കണം കേട്ടോ. ഇപ്പോൾ ഇവന് സൈക്കോളജിനെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് സൈക്കോളജി ഫീൽഡിൽ നമ്മൾ അധികം ആൾക്കാരെ കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് ഇനി ക്രിമിനൽ സൈക്കോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റ് പല പല സ്പെഷ്യലൈസേഷൻ ആൾക്കാരെ ഇവിടെ ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ഹിന്ദിക്കാരിയാണ്. നമ്മൾ നാളെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലായിരുന്നോ? നമ്മൾ മറ്റേ അനുരാധ ഫുട്ബോളിന്റെ ഇന്റർവ്യൂ. അതെ അതെ അതെ, അവര് ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആണ്. മലയാളം അറിയാം, മലയാളം ഇംഗ്ലീഷിൽ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഇനിയും എന്തെങ്കിലും ഗസ്റ്റിന് സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ വേറെ ഏതെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും സ്പേസ് എന്നുള്ള പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും? സ്പേസ് വേറെ ഇത് ഉണ്ടല്ലോ, തമിഴ്നാട് കറൻസി അറിയില്ലോ. എന്താ സംഭവം? കറൻസി അല്ല, അവരുടെ കറൻസി സിമ്പിൾ. അതായത് ഇപ്പോൾ ഭാഷാപൂരം നടക്കുകയാണല്ലോ. അതായത് ഇപ്പോൾ കേന്ദ്രം പറയുന്ന എല്ലായിടത്തും ഹിന്ദി സംസാരിക്കണം, എല്ലാ സ്റ്റേറ്റ്സും ഹിന്ദി അവരുടെ എന്താ പറയുക ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ തമിഴ്നാട് പണ്ടേ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര എതിരാണ്. അവരുടെ ലാംഗ്വേജ് തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവർ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ റുപ്പി സിമ്പിളിന് പകരം അവർ അവരുടേതായ ഒരു സിമ്പിൾ ഇറക്കി, കറൻസിക്ക് വേണ്ടിയിട്ട്. കറൻസി അല്ല, സിമ്പിൾ, എക്സാക്ട്ലി ഒരു സിമ്പിൾ ഇറക്കി. അങ്ങനെ അത് ട്രെൻഡിങ് ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ഞാനിപ്പോൾ ഇത് ഇന്നലെ ഒരു വായിച്ച സംഭവം, ഓട്ടോ ബാൻ നിങ്ങളെല്ലാവരും പോയിട്ടില്ല ജർമ്മനിയിൽ? ഹിറ്റ്ലർ നാസി ആ ടൈമിൽ ഓല് കൊണ്ടുവന്നല്ലേ, അതിൽ എത്ര സ്പീഡിൽ അൺലിമിറ്റഡ് സ്പീഡിൽ പോകാൻ പറ്റുമല്ലോ. അത് നമുക്കറിയാം. പക്ഷെ അത് ഹിറ്റ്ലർ നാസി ടൈമിൽ വന്നതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് അങ്ങനെ നോക്കിയപ്പോൾ നാസികൾ നമ്മൾ നാസി ഓക്കെ അവർ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്, പക്ഷെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി. അപ്പം അതിലുണ്ട് വോക്സ് വാഗൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരാ. പിന്നെ ലോകത്തിൽ ആദ്യമായിട്ട് ജനങ്ങളുടെ വണ്ടി അതിന്റെ അർത്ഥം ജർമ്മനി ട്രാൻസ്ലേറ്റ് ചെയ്യും വോക്സ് വാഗൺ. അതേപോലെ തന്നെ നമ്മളെ ഊഗോ ബോസ് ഇല്ലേ, അവരാണ് ഇവരെ യൂണിഫോമൊക്കെ നാസിസിന്റെ യൂണിഫോം ഒക്കെ ചെയ്തു കൊടുത്തിരുന്നത്. അങ്ങനെ തുടങ്ങിയ അപ്പൊ നാസികളെ വെളുപ്പിക്കാൻ നോക്കല്ല. അപ്പൊ ഒരുവിധം ബ്രാൻഡ്സ് ഒക്കെ നമ്മളിപ്പോ ഉള്ള BMW ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരു 1938, 39, 37 ഈ ടൈമിൽ എന്താ ചെയ്തിരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹിസ്റ്ററി ആർക്കും ശരിക്കും കാണാൻ പറ്റില്ല അവരെന്താ ചെയ്തിരുന്നത് എന്നുള്ളത്.
അപ്പോൾ ഞാനിങ്ങനെ ഹിറ്റ്ലർ ചെയ്ത നല്ല കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് വിചാരിച്ചു നോക്കിയതാ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഓരോ മെന്റാലിറ്റി അനുസരിച്ച് അവർ ചെയ്യണതൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു. അതെ, അല്ല പുള്ളിക്കാരൻ ഈ ആരും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്തതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമൽസിനെ വെച്ചിട്ടുള്ള ക്രുവാലിറ്റി ഒന്നും ഫുള്ളി ബാൻഡായിരുന്നു. അയാൾ ഈ പിന്നെ അനിമൽസിനെ ഇതിനൊക്കെ ഉപയോഗിക്കുമല്ലോ, ഇത് ലാബ് ടെസ്റ്റിനൊക്കെ, അതൊന്നും പറ്റിയിരുന്നില്ല നിങ്ങൾക്ക് അനിമൽസിനെ. അതുപോലെ ആദ്യമായിട്ട് മാരീഡ് കപ്പിൾസിന് 0 ഇൻട്രസ്റ്റ് മോർട്ട്ഗേജ് ഒക്കെ കൊടുക്കുന്ന ആളാണ്. ആൾക്ക് കൊടിയില്ലായിരുന്നു, വലിയില്ലായിരുന്നു. കൂടുതൽ നമ്മൾ സംസാരിച്ച കൈവിട്ടു പോയി. അല്ല ഞാൻ മുന്നൊരു എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെങ്ങായിമാരെ ഒരു വിധം റാൻഡൊക്കെ കാരണം ഈ യുദ്ധത്തിന്റെ സമയത്ത് അവരൊരു കൈൻഡ് ഓഫ് സൂപ്പിലായിരുന്നു ബ്രെഡ് മുക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊരു ടേസ്റ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് ഫാൻഡയിലും ബ്രെഡ് മുക്കിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് അന്ന് അത് ലൈക്ക് യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് ഫുഡ് സ്കേഴ്സിറ്റി ആണല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ അതൊരു യൂസ്, അങ്ങനെയാണ് പിന്നെ ഫാൻഡയൊക്കെ പോപ്പുലർ ആവും. ഞാനിത് പറയാൻ കാരണം ഞാൻ റീസെൻ്റ്ലി ഒരു ന്യൂസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് വോക്സ് വാഗൻ്റെ യൂസ്ഡ് അല്ലാത്ത കുറേ ഷോറൂം ഫാക്ടറീസ് ഉണ്ട്, അതൊക്കെ ഇവരെ ഗവൺമെൻറ് എടുത്തിട്ട് ടാങ്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അവരെ മിലിറ്ററി ഫണ്ടിങ് കൂട്ടാൻ പോവുക അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് കാര്യം. നിങ്ങൾ ഈ ഓട്ടോബാൻ്റെ കേസ് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീം കണ്ടായിരുന്നു. അതായത് ഒരു ഫ്ലൈറ്റിൽ ഒരാൾ ഫ്ലൈറ്റിൻ്റെ വിൻഡോ കൂടെ ഉള്ള വ്യൂ ആണ് ലാൻഡ് ചെയ്യുന്ന സമയത്തുള്ള. സൈഡിൽ റോഡുണ്ട്, റോഡ് കൂടെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, ഹൈവേ പോലത്തെ. എന്നിട്ട് അതെടുത്തിട്ട് അതിൻ്റെ പുള്ളി ചോദിക്കുന്നുണ്ട് ഇത് ഏതാണ് സ്ഥലം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ ഫുള്ള് ജർമ്മനിന്നാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. പിന്നെ ആ കമൻറ്റിൽ വായിച്ചപ്പോൾ മനസ്സിലായത് ആ ഫ്ലൈറ്റ് പോകുന്ന അതേ സ്പീഡിൽ തന്നെയാണ് ആ റോഡിൽ കൂടെ കാറുകളും പോകുന്നത്. അപ്പോൾ ഓട്ടോബാനാണ്, അങ്ങനെ ജർമ്മനിയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇതായിരുന്നത്. ഞാൻ ആദ്യമായിട്ട് 200 മേലെ ഒരു വണ്ടിയിൽ പോയത് ഓട്ടോബാനിൽ വെച്ചിട്ടാണ്. നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ. അപ്പം എന്നാൽ ഒരു ബുഗാട്ടി പോകേണ്ടതുണ്ട്. ബുഗാട്ടി 350 400 അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ആ വീഡിയോ എല്ലാവർക്കും കാണാം. ബുഗാട്ടി പോകണ്ടേ 400 സ്പീഡിൽ. ഓക്കെ, അപ്പോൾ ഗൈസ് വീണ്ടും നെക്സ്റ്റ് എപ്പിസോഡ് അടിപൊളിയാവും. നെക്സ്റ്റ് എപ്പിസോഡൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റിന് സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഈ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും കമന്റ് ചെയ്യുക. പിന്നെ നമ്മളെന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു, ബൈ.